കർത്താവേ നീ യോഗ്യൻ. ശബ്ദമുയർത്തി എല്ലാവരും പറഞ്ഞ്, കർത്താവേ നീ യോഗ്യൻ. ആമേൻ. കർത്താവേ നീ വിശുദ്ധൻ. നിന്നെ പോലൊരു ദൈവം ഇല്ല. ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് പറയുന്നത്. ആമേൻ. ആമേൻ. ദൂതന്മാരും മൂപ്പന്മാരും വീണ് കടന്നവനെ നമസ്കരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്ന വാക്കാ, കർത്താവേ യു ആർ ഹോളി, യു ആർ വേർതി. ആമേൻ. നീ യോഗ്യനാണ്. ആമേൻ. കൈകളൊന്ന് ഉയർത്തി ഒരു 60 സെക്കൻഡ് പറഞ്ഞാട്ടെ, നീ യോഗ്യൻ. ആമേൻ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, നീ യോഗ്യൻ. ഓ റാബ സഥന പ്രവാദന അതരങ്ങളെ തുറന്ന് പറഞ്ഞാട്ടെ, നീ യോഗ്യൻ. ആമേൻ, 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 ആമേൻ. ആമേൻ. കൈകൾ ഉയർത്തി പറഞ്ഞ്, നീ യോഗ്യൻ. കർത്താവേ നീ വിശുദ്ധൻ. ആമേൻ. നിന്നെ പോലൊരു ദൈവമില്ല. ആമേൻ. ഇവര് ശബ്ദമുയർത്തി ദൂതന്മാർ പറയുന്നു. ആമേൻ, ആമേൻ. മൂപ്പന്മാർ പറയുന്നു, ജീവികൾ പറയുന്നു. അവർ ചിറക് കൊണ്ട് വാ തുറന്ന് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ആരാധിക്കുകയാണ്. സഭ ഒരുമിച്ച് കൈകളൊന്ന് ഉയർത്തി പറഞ്ഞാട്ടെ, യു ആർ ഹോളി. ഈ ആരാധന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർക്ക് ആരാധിക്കാൻ മടിയില്ലാത്തവരുണ്ട് ഇവിടെ? ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ട് പാടാൻ ആർക്കും അറിഞ്ഞൂടെങ്കിലും പാട്ട് തെറ്റിയാൽ ചിലർ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയും, ഈ താളവും ട്യൂണൊന്നും അറിഞ്ഞൂടെങ്കിലും പാട്ട് തെറ്റിയാൽ ചിലർക്കറിയാം. നമ്മുടെ ആ നോട്ടം കാണുമ്പോൾ നമ്മളെ ഏതോ വലിയ സംഗീതജ്ഞനാണെന്നാണ് നമ്മുടെ ആ നോട്ടം. താളം തെറ്റിയാൽ നമുക്കറിയാം അല്ലേ? നിങ്ങൾ കേൾക്കണം, ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ, അന്ന് അവിടുത്തെ പാട്ട്, നീ ഹോളിയാണ്, നീ വിശുദ്ധനാണ്, നീ യോഗ്യനാണ്, നിന്നെപ്പോലൊരു ദൈവമില്ല, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടവൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പാട്ട് പുസ്തകത്തിൽ ഇല്ലാത്തൊരു പാട്ട് പാടുകയാണ്. ആമേൻ. ആ പാട്ട് ഇങ്ങനെയാണ്, ഞങ്ങളുടെ രക്ഷ ഞങ്ങൾക്ക് ദാനമായി, ഞങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് യാഗമായി, യേശുവേ നീ ആരാധ്യനാണ്. കൈകളൊന്ന് ഉയർത്തി പറഞ്ഞ്, ഞങ്ങളുടെ രക്ഷ ഞങ്ങൾക്ക് ദാനമായി, ഞങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് യാഗമായി, യേശുവേ. ആ സമയം എൻ്റെ ഒരു ചിന്തയാണ്, ഈ പാട്ട്, ഈ വരികൾ ഇങ്ങനെ എഴുതുന്ന സമയത്തിന് എനിക്കുണ്ടായ ചിന്തയാണ്. അമേൻ, അമേൻ, അമേൻ. പാട്ട്, അമേൻ. ആളുകൾ പാട്ടൊക്കെ നിർത്തിയിട്ട് ചോദിച്ചു, ദൂതന്മാർ ചോദിച്ചു, ആരടാ പാട്ട് തെറ്റിച്ച് പാടുന്നേ? നമ്മുടെ പാട്ട് പുസ്തകത്തിൽ ഇല്ലാത്ത പാട്ട് ആരാ പാടുന്നേ? അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ആരോ എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു, ഇവർ കുഞ്ഞാടിൻ്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ, ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് തുടച്ചു കളഞ്ഞ വലിയ സമൂഹം. അവർക്ക് വേറെ പാട്ടൊന്നും പറയാനില്ല. രക്ഷ ഞങ്ങൾക്ക് ദാനമായി. കൈകളൊന്ന് ഉയർത്തി. ആ കൂട്ടം ഇതിനകത്തിരിപ്പുണ്ട്. ആമേൻ. ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, ആ രക്തത്താൽ കഴുക പ്രാപിച്ചവർ, ആ കൈകളൊന്ന് ഉയർത്തി പറഞ്ഞാട്ടെ, കർത്താവേ കുഞ്ഞാടേ. ഒരു മിനിറ്റ് ആ കൈകളൊന്ന് ഉയർത്തി പറഞ്ഞേ, രക്ഷ ദാനമാണേ. അത് നോക്കി പാടിയേ, ഓ ജീവൻ നിൻ യാഗത്താലേ. ചേർന്ന് പാടിയേ, രക്ഷ ദാനമാണേ. മോനെ ഒന്ന് പാടിയുടെ തൊണ്ടയില്ല. ഓ ജീവൻ നിൻ യാഗത്താലേ, രക്ഷ രക്ഷ ദാനമാണേ, ജീവൻ നിൻ യാഗത്താലേ. ഒരു പ്രാവശ്യം കൂടെ, രക്ഷ രക്ഷ ദാനമാണേ, ജീവൻ നിൻ യാഗത്താലേ. ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ. ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ. ഞാനായതും ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ. കൈകൾ ഉയർത്തിപ്പിടിക്കാമോ? യേശുവേ ആരാധ്യനേ. നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ.
ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ. ദൂതന്മാർ വാഴ്ത്തി. ആ കൈകൾ ഉയർത്തി ആ വരികൾ ചേർന്ന് പാടിയേ. യേശുവേ ദൂതന്മാർ വാഴ്ത്തിയിടും. കൈകളും ഉയർത്തി ഒരു പ്രാവശ്യം ഇവിടെ പറഞ്ഞേ. യേശുവേ ആരാധ്യനേ. നമ്മളായതുമാകുന്നതെല്ലാം ദൈവകൃപയാണ്. ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. ഞാനായതും ആകുന്നതും നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ പണമല്ല, നമ്മുടെ ശുശ്രൂഷയല്ല. സമ്മതിക്കാൻ പറ്റുന്നവർ ആ കൈ ഉയർത്തി പറഞ്ഞു. ആകുന്നതും മാറുവിലയായ നാഥനാലേ. ഞാനായതും ഞാനായതും ആകുന്നതും മാറുവിലയായ നാഥനാലേ. യേശുവേ യേശുവേ ആരാധ്യനേ. ദൂതന്മാർ ഇവിടെ ചലിക്കുന്നു. ദൂതന്മാരുടെ സജ്ജയോടെ ഇറങ്ങി നിൽക്കും. ഈ ആരാധന സ്വർഗം നോക്കുന്നു. യേശുവേ അവസാനമായി രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ. ഞങ്ങളുടെ നിത്യപിതാവേ, അങ്ങയുടെ തിരുസാന്നിധ്യത്തിനും തിരുസാമീപ്യത്തിനും നന്ദി പറയുന്നു. ഇന്ന് രാവിലെ തികഞ്ഞ ആളത്വമായി നീ ഇവിടെ ഇറങ്ങി നിൽക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. നീ ഞങ്ങളോട് സംസാരിക്കണം. വലിയ ദൈവപ്രവൃത്തികൾ ഇന്ന് രാവിലെ ഇവിടെ സംഭവിക്കണം. അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികളാൽ ദൈവവചനത്തെ വീണ്ടും നീ ഉറപ്പിക്കണം. ആമേൻ. ഈ വലിയ സന്തോഷത്തോടെ ജനം മടങ്ങിപ്പോകട്ടെ. ഈ മീറ്റിംഗിൽ യേശു നിറഞ്ഞു നിൽക്കട്ടെ. അങ്ങയുടെ മഹത്വം ആമേൻ ഇതിനകത്ത് ചലിക്കട്ടെ. താഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കൈ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. പ്രിയ ആൻറ്റിയുടെ ബർത്ത്ഡേ ആണ്. ആമേൻ. എല്ലാവരും ഒന്ന് കൈ ഉയർത്തി ഒന്ന് ബ്ലെസ് ചെയ്താട്ടെ. എത്ര പേർക്ക് പ്രിയ മാതാവ് ഒരു അനുഗ്രഹമായിരുന്നു. ആമേൻ. ഞാനിങ്ങനെ പറയുമായിരുന്നു, ഇവരുടെ ശുശ്രൂഷകളെക്കാൾ നമുക്ക് പഠിക്കേണ്ടത് അവരുടെ ജീവിതമാണ്. ആമേൻ. നമ്മുടെ മുമ്പിൽ ഓടി നിൽക്കുന്നവരാണ് ഇവര്. അതിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ മേൽ ഇന്ന് പകൽക്കാലം പകരട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മോനെ, എനിക്ക് ഇച്ചിരി കൂടെ ശബ്ദം തരാടാ, ഫീഡ്ബാക്ക് തരാമോ? ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. ഫിലിപ്പി ലേഖനമാണ്. ഫിലിപ്പി ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെടണം? കൈകളൊന്ന് കാണിക്കാമോ? നിങ്ങളുടെ കൈയൊന്ന് ഉയർത്തി കാണിക്കാമോ? എത്ര പേർക്ക് ദൈവസന്നിധിയിൽ യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെടണം? അതിന് ഇന്നത്തെ ഈ 2-3 പദങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവിക ഉയർച്ചകളുടെ ഒരു പ്രധാനപ്പെട്ട താക്കോൽ. ആമേൻ. 2-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. പക്ഷേ 2-ാം അധ്യായം ഞാൻ പറയുന്നതിന് മുമ്പ് 1-ാം അധ്യായവും 3-ാം അധ്യായവും 4-ാം അധ്യായവും ഒരു വാക്ക് പറയുമ്പോൾ അത് സഭയിലുള്ള ഓരോ ദൈവമക്കൾക്കും അത് അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർ പ്രതീക്ഷയോടെ ആയിരിക്കുന്നു? കൈകൾ ഉയർത്തി 1 മിനിറ്റ് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച്. ആമേൻ. ഫിലിപ്പി ലേഖനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പേ ആമേൻ പറയാനായി വായുടെ തുമ്പിൽ ആ ദൂതിരിക്കുന്നവരുണ്ട്. വേറെ ദൂതൊന്നുമല്ല, കർത്താവിൽ എപ്പോഴും
അത് തന്നെ ഞാൻ നിങ്ങളോട് ഇടപെടാതെ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അതല്ല ഞാൻ ഇന്ന് പകൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതൊന്നും പറയുന്നത് നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി നന്നായിട്ടിരിക്കുമെന്ന്. ഒന്ന് സന്തോഷത്തോടെ ഇരുന്നാട്ടെ. ആമേൻ, ആമേൻ. സന്തോഷത്തോടെ ഇരുന്നാട്ടെ, ചിരിച്ചുകൊണ്ടിരുന്നാട്ടെ. ചിട്ടി പൊട്ടിയതുപോലെ ഇരിക്കരുത്. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളുടെ നിന്ന് പൈസ മേടിച്ചിട്ടില്ല, നിങ്ങൾ എൻ്റെ നിന്നും മേടിച്ചിട്ടില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഞാൻ നിങ്ങൾക്കൊന്നും തരാനില്ല, നിങ്ങൾ എനിക്കൊന്നും തരാനില്ല. ആമേൻ. കർത്താവിൽ എപ്പോഴും. ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ നിങ്ങൾ ഉത്സാഹിച്ചാൽ നിങ്ങളുടെ കാര്യത്തിലും ദൈവം ഉത്സാഹിക്കും. 3 ഹല്ലേലൂയ, 2 സ്തോത്രവും. ആമേൻ. ഇവിടെ നീ ചിരിച്ചാൽ വീട്ടിലും നിനക്ക് ചിരിക്കാൻ കഴിയും. ഇവിടെ നീ സന്തോഷിച്ചാൽ നിനക്ക് വീട്ടിലും സന്തോഷിക്കാൻ കഴിയും. സന്തോഷത്തോടെ കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടാകണം. ഇവിടെ നമ്മൾ സന്തോഷിക്കാനാണ് വന്നേ. ഇവിടെ ആർക്കാ പ്രശ്നമില്ലാത്ത? നിങ്ങൾ എന്നെ കേൾക്കണേ. ഇവിടെ ആർക്കാച്ചാ പ്രശ്നമില്ലാത്ത? നിങ്ങൾക്കും പ്രശ്നമുണ്ട്, എനിക്കും പ്രശ്നമുണ്ട്. എനിക്കും ഭാരമുണ്ട്, നിങ്ങൾക്കും ഭാരമുണ്ട്. അമ്മ എല്ലാവർക്കും പ്രതിസന്ധിയുണ്ട്. ആർക്കാ ഇല്ലാത്ത? പക്ഷെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വരുമ്പോൾ ഇതാ നമുക്കുള്ള ദൈവത്തിൻ്റെ പ്രത്യാശ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും. അഭിഷക്തന്മാരോട് ഞാനൊരു ദൂത് പറയാം. ഈ ഫിലിപ്പി ലേഖനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്നതാണ്. പൗലോസ് അത് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പം പറയുന്നു, അത് തന്നെ ഞാൻ പിന്നെയും പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഈ ദൈവദാസന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി ഒന്ന് ആമേൻ പറഞ്ഞേക്കണേ. ഈ ശുശ്രൂഷിക്കുന്നവരൊക്കെ ഈ ചില ദൂതുകൾ, ചില വാക്കുകൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചതുണ്ട്. അത് ആവർത്തിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അന്നേരം നമ്മൾ വിചാരിക്കും ഈ വിശ്വാസികൾക്ക് എന്തോ തോന്നുമെന്ന് പറഞ്ഞ് നമ്മളത് പറയാതിരിക്കരുത്. എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും ഞാൻ എപ്പോഴെങ്കിലും ഒരു വട്ടമെങ്കിലും പറയുന്നൊരു വാക്കുണ്ട്, യേശുവിനെ മരണത്തിന് പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഇത് ദൈവാത്മാവ് എൻ്റെ അകത്ത് തന്ന വാക്കാം. ഇത് പറയുമ്പോഴാണ് രോഗി സൗഖ്യമാകുന്നത് കണ്ടത്. ഇത് പറയുമ്പോഴാണ് പിശാച് പിടിച്ചവർ വിടുവിക്കപ്പെടുന്നത് കണ്ടത്. ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ദൈവം നിന്റെ അകത്ത് അറ്റസ്റ്റ് ചെയ്ത ചില വാക്കുകൾ പറയുന്നോണ്ട് തെറ്റില്ല. ആളുകളുടെ കമന്റ് നോക്കരുത്. എന്നും ഈ പാസ്റ്ററിന് ഇതേ ഉള്ളോ എന്ന് ചോദിക്കരുത്. ആമേൻ. ഞങ്ങളെ ഉറപ്പിച്ച വാക്ക് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയും. ആമേൻ. അഭിഷക്തന്മാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം തന്ന വാക്ക് 1 മിനിറ്റ് കൈയൊന്ന് ഉയർത്തി പറയുക. അത് ദൈവം എന്തോ അത് നിന്റെ വായിൽ തന്നതാണ്. അത് പറയുമ്പോൾ ചില വഴികൾ തുറന്നു വരും. അങ്ങനെ ഒരു വാക്ക് നിങ്ങൾക്കുണ്ടോ? 3-4 പേർക്കുണ്ട്. ആമേൻ. ഇന്ന് എനിക്ക് മനസ്സറിഞ്ഞൊന്ന് ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ വരുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഞാൻ അങ്ങനെ ശുശ്രൂഷിച്ചിട്ടില്ല. ആമേൻ. ഏതോ ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടുണ്ട്. പക്ഷേ ഇതല്ല, ഇതിനപ്പുറത്തൊരു തലത്തിൽ നമുക്ക് സഞ്ചരിക്കണം. നിങ്ങൾക്ക് എന്നെ ശുശ്രൂഷിപ്പിക്കാൻ പറ്റും. നിങ്ങൾ റെഡിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കും. ആമേൻ. നിങ്ങൾ ഒരുക്കമിട്ടാൽ ഇത് അടുത്തൊരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളെ കൊണ്ടുപോകും. ആമേൻ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു വാക്കുണ്ടോ? ആമേൻ. കുമ്മനാട് ബൈബിൾ കോളേജിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ബീഹാറിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ബീഹാറിൽ പോകാനായിട്ടാണ് ഞാൻ ആമേൻ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ചിൽഡ്രൻസ് ഡേ ഒക്കെ നടത്തണം, ഇതായിരുന്നു ആഗ്രഹം. പക്ഷേ കൂടെ പഠിച്ച എല്ലാവർക്കും ആഗ്രഹം ഇവിടെ നിൽക്കണം, നാട്ടിൽ നിൽക്കണം. ആമേൻ. കൺവെൻഷൻ പ്രാസംഗികനാകണം, വലിയ ആളാകണം, അങ്ങനെയൊക്കെ ആഗ്രഹമായിരുന്നു. ആമേൻ. എന്നോട് സാറുമാർ ചോദിക്കും എവിടെ പോകണം, ആൻസൺ എവിടെ പോകണം, ഞാൻ പറയും ബെഹ്റിനല്ല ബീഹാറിൽ പോകണം. ആമേൻ. ബീഹാറിൽ പോകണം. പക്ഷേ ഈ ദൈവത്തിൻ്റെ അന്ന് പ്രസംഗിക്കാൻ അറിഞ്ഞൂടാ, പാടാൻ അറിഞ്ഞൂടാ. ആമേൻ. ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വിളിച്ചാൽ പോലും ആരും എൻ്റെ കൂടെ വരത്തില്ല. രാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നായിരുന്നു. പക്ഷേ ആമേൻ അകത്തൊരു വാക്കിടപെട്ടു. അത് ആദ്യമായി എന്നോട് പരിശുദ്ധാത്മാവ് വേണ്ടിയ വാക്കിങ്ങനെയാണ്. പുറപ്പാട് പുസ്തകം 33 അതിനകത്തുനിന്നൊരു വാക്കുണ്ട്. എടുക്കല്ലേ, ഞാൻ തന്നെ പറയാം. എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും.
ആമേൻ. നീ എവിടെ ചെന്നാലും ആമേൻ, നിനക്ക് മുമ്പേ എൻ്റെ സാന്നിധ്യം ചലിക്കും. ആ വാക്യമാണ് ആദ്യമായി ഞാൻ ഓഡിബിളായി കേൾക്കുന്നൊരു വാക്ക്. ആ വാക്ക് ഞാൻ കേട്ടാൽ അന്ന് തൊട്ട് എൻ്റെ ജീവിതം എവിടെയൊക്കെയോ മാറാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. നിന്നോട് ദൈവാത്മാവ് ഇടപെട്ടൊരു വാക്കുണ്ടെങ്കിൽ അത് നീ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതൊരു താക്കോലാണ്. നിങ്ങളോട് അങ്ങനെ സംസാരിച്ചൊരു വാക്കുണ്ടെങ്കിൽ കൈയൊന്ന് ഉയർത്തിയൊന്ന് പറഞ്ഞാട്ടെ. ഈ ചില കാറിൻ്റെ പുറകിലൊക്കെ എഴുതി വെക്കും, നിന്റെ സാന്നിധ്യം, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. അങ്ങനെ ആരുടെയെങ്കിലും കാറിൽ എഴുതി വെച്ചിട്ടുണ്ടോ? നമ്മുടെ ഏതെങ്കിലും കാറിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ പറയാം, അത് എൻ്റെ വാക്ക് കോപ്പി അടിച്ചാന്ന് ഞാൻ പറയും. അത് എൻ്റെതാണ്, അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആമേൻ. അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ പിന്നീട് ഒത്തിരി നാൾ കഴിഞ്ഞപ്പോൾ അടുത്ത ദൈവം മിണ്ടിയ വാക്കാണ്, ആമേൻ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുനരുത്ഥാനത്തിൻ്റെ ശക്തി. ആമേൻ. യേശുവിനെ പിടിച്ചു വെക്കാൻ മരണത്തിന് കഴിഞ്ഞില്ല. ഈ വാക്ക് എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എവിടെങ്കിലും ഞാൻ ലോക്കാകുമ്പോൾ, എവിടെങ്കിലും പിശാചിൻ്റെ വഴി അടയ്ക്കുമ്പോൾ ഞാൻ ഈ വാക്ക് പ്രഖ്യാപിക്കാൻ തുടങ്ങും. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ആ കൈ ഒന്ന് ഉയർത്തി ഒന്ന് പറഞ്ഞാട്ടെ. എൻ്റെ വാക്യമല്ല, നിങ്ങളോട് പരിശുദ്ധാത്മാവ് വേണ്ടിയ വാക്ക്. കൈ ഒന്ന് ഉയർത്തി ഒന്ന് പറഞ്ഞാട്ടെ. പറ ആ വാക്യം ഒന്ന് പറഞ്ഞാട്ടെ. ഏത് വാക്യാച്ചാ? അങ്ങനെ ഒരു വാക്യം കാണുമല്ലോ. ഇത്രയും വർഷം ആൻറ്റി ഈ പിടിച്ചു നിർത്തിയ ഒരു ഒന്ന് രണ്ട് വാക്യമൊക്കെ കാണുമല്ലോ. ഏതൊറക്കത്തിൽ ഓർമ്മ വരുന്നൊരു വാക്കുണ്ടല്ലോ, അത് പറയണം. അത് നിന്റെ മുമ്പിൽ അടുത്ത വാതിൽ തുറക്കും. അത് പറയുമ്പോൾ അന്തരീക്ഷം മാറും. അത് പറയുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി നിൽക്കുന്നത് കാണാൻ കഴിയും. ഒരു മിനിറ്റ് കൈ അടിക്കേണ്ട, കൈ ഒന്ന് ഉയർത്തി ഒന്ന് പറഞ്ഞാട്ടെ. അടുത്ത മൂന്നാമത്തെ വാക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നാണ്. ആ മൂന്നാമത്തെ വാക്ക് ഇങ്ങനെയാണ്: അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിക്കണം. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ എനിക്ക് അനുഭവിക്കണം. ഈ ദൂത് അമേൻ ഒരു സാധാരണ പാസ്റ്റർ, വലിയ ഫ്ലെക്സിലോ നോട്ടീസിലോ യൂട്യൂബ് ഒന്നും ഇല്ലാത്തൊരു പാസ്റ്റർ ഈ വാക്ക് സാധാരണമായി പറഞ്ഞപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അതുവരെ ശ്രദ്ധിക്കാതിരുന്ന് അലക്ഷ്യമായിരുന്ന ഞാൻ ഈ വാക്ക് കേട്ടപ്പോൾ അറിയാതെ എൻ്റെ കൈ ഉയർന്നു. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, കർത്താവേ, ആയിരക്കണക്കിന് പേർ ഇരിക്കുന്ന മീറ്റിംഗിൽ ആർക്കും ഈ വാക്ക് തൊടുന്നില്ല, ഞാൻ മാത്രം എന്തുകൊണ്ട് കരയുന്നു? ഞാൻ മാത്രം എന്തുകൊണ്ട് ഈ ദൂത് എന്നെ തൊടുന്നുണ്ട്? പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിനക്ക് ഈ ദൂത് തുറക്കാൻ പോകുകയാണ്. ആരും കൈയടിക്കാത്തൊരു ദൂത് നിന്നെ കൈയടിപ്പിക്കുന്നെങ്കിൽ, ആരും കത്താത്തൊരു ദൂത് നിന്നെ കത്തിക്കുന്നെങ്കിൽ, കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറയണം. ആരോടും ഇടപെടാത്തൊരു ദൂത് നിന്നെ സ്പർശിക്കുന്നെങ്കിൽ കേറി പിടിച്ചോണം. അത് നിന്റെ ദൂതാണ്. അത് നിനക്ക് വേണ്ടി പട്ടണങ്ങൾ തുറക്കും. അത് നിനക്ക് വേണ്ടി ദേശങ്ങൾ തുറക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരുടെ മേലും തുടരാത്തൊരു സ്പർശനം ഇന്ന് രാവിലെ ചിലമേൽ വീഴുന്നുണ്ട്. പ്രതികരിക്കാമെങ്കിൽ പ്രതികരിക്കുക. ഈ ആരംഭം മിനിറ്റിൽ ചിലമേൽ ആ സ്പർശനം ഉണ്ടാകുകയാണ്. കൈയൊന്ന് ചേർത്തടിച്ച് കൈ അടിക്കുവാണെങ്കിൽ നല്ലോണം അടിക്കണം. ശബ്ദം ഉയർത്തണം. യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് ചിലരെ പിടിക്കാൻ പോകുകയാണ്. ഈ ദൂത് ചിലരെ സ്പർശിക്കാൻ പോകുകയാണ്. മറാസി അർത്ഥേരിയ പ്രഭാതന. ഇന്ന് ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാ. എല്ലാവരും കൈകെട്ടിരിക്കുമ്പോൾ നിന്റെ അകത്തൊരു കത്തൽ ഉണ്ടാകുന്നെങ്കിൽ അടങ്ങിയിരിക്കരുത്. ഈ ദൂത് നിന്നോട് സംവാദിക്കാൻ പോകുകയാണ്. ഈ ദൂത് നിന്നോട് ഇടപെടുകയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ചോണം. ഈ ഉപവാസ പ്രാർത്ഥന ഒരു സാധാരണ പ്രാർത്ഥനയല്ല. എന്തോ ഒരു വലിയ മുന്നേറ്റം. കൈയൊന്ന് അടിച്ച് 60 സെക്കൻഡ് ശബ്ദം ഉയർത്തി വായ്കളെ തുറന്ന് റമാന സഞ്ചൽതന വാർത്തൽ കമന പ്രഭാതന വാ തുറന്ന് വായെടുത്ത് അന്യഭാഷ പറഞ്ഞ് 3-4 പേർ കേൾക്കുന്ന രീതിയിൽ ശബ്ദമുയർത്തി. നിർത്തരുത്.
ഒരു മീറ്റിങ്ങിനകത്ത് എല്ലാ ദൂതും ചിലപ്പോൾ നിന്നോടല്ലായിരിക്കും. ഒരാമേൻ പറഞ്ഞാട്ടെ. ഒരു മീറ്റിങ്ങിനകത്ത് എല്ലാ ദൂതും ചിലപ്പോൾ നിന്നോടല്ലായിരിക്കും. ആമേൻ. പക്ഷേ ആ സഭായോഗത്തിൽ നീ വെയിറ്റ് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. ആമേൻ. അലക്ഷ്യമായി ഇരിക്കരുത്. ആമേൻ. വളരെ സൂക്ഷ്മതയോടെ ഇരിക്കുക. ആ അഭിഷക്തൻ ആ ശുശ്രൂഷ തീരുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ തിരിക്കുന്ന ഒറ്റ പദം വരും, അത് പിടിച്ചോണം. യേശുവിന്റെ നാമത്തിൽ ആ പദം വരുന്നെങ്കിൽ ഇന്ന് ആ കൈകളൊന്ന് ഉയർത്തി പിടിച്ച് അതിനെ പിടിച്ചോണം. മാറാസാത്തനെ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച്. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ. കൈകൾ ഉയർത്തി പറ. എൻ ജീവിതം ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം. കൈകൾ ഉയർത്തി പറഞ്ഞ്. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം. കൈകൾ ഉയർത്തി പറഞ്ഞ്. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം. എത്ര പേർക്ക് ആ വാക്ക് പിടിക്കാൻ റെഡിയാകും? കൈകളൊന്ന് ഉയർത്തി ഒന്ന് പറഞ്ഞാട്ടെ. എന്നോട് പരിശുദ്ധാത്മാവ് ഈ ആരംഭ മിനിറ്റിൽ പ്രവചിക്കാൻ പറയുന്നു. ആരുടെയൊക്കെയോ ജീവിത ശൈലിയെ തിരുത്തി മറിക്കുന്ന, മറ്റൊരു ഡയറക്ഷനിലേക്ക് വിടുന്ന ഒരു വാക്ക് ഇതിനകത്ത് തുറക്കുന്നു. പ്രാപിക്കാൻ കഴിയുന്നവർ കൈകൾ ഉയർത്തിയരാമേ പറഞ്ഞാട്ടെ. അത് എൻ്റെ ജീവിതത്തെ ഏറ്റവും മാറ്റിമറിച്ച വാക്കായിരുന്നു ഫിലിപ്പി ലേഖനം. അവനെ അറിയണം. കൈകൾ ഉയർത്തി പറഞ്ഞേ. എനിക്ക് ഇപ്പോൾ ഇറങ്ങിയ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ഫോൺ ഏതാണെന്ന് അറിയണ്ട, ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ കാർ ഏതാണെന്ന് അറിയണ്ട, ഏറ്റവും പുതിയ ബ്രാൻഡഡ് ഏതാണെന്ന് എനിക്കറിയണ്ട. എനിക്ക് അവനെ അറിയണം. എൻ്റെ അതേ ആഗ്രഹക്കാരുണ്ടെങ്കിൽ ആ കൈ ഒന്ന് ഉയർത്തി ഒന്ന് കാണിച്ചാട്ടെ. ഓ റസത്തന കൈ കാണട്ടെ, ആ കൈ ഒന്ന് കാണട്ടെ. ഐ വാണ്ട് ടു നോ മോർ. എനിക്ക് വീണ്ടും അവനെ അറിയണം, പിന്നെയും അവനെ അറിയണം. ഈ ആഗ്രഹം ഒരിക്കലും കളയരുത്. ഇന്നും പെന്തക്കോസ്തിൽ 20 വർഷമായിരിക്കും, 30 വർഷമായി പാസ്റ്ററായിരിക്കും, സ്നാനപ്പെട്ടിട്ട് ഒത്തിരി നാളായിരിക്കും, നീ ഒരു പാരമ്പര്യ വിശ്വാസിയായിരിക്കും. ഒത്തിരി തഴക്കവും പഴക്കവും നിനക്കുണ്ടായിരിക്കും. പക്ഷെ ഇന്നും ആവേശം കെടാത്തവരുടെ കൈയൊന്ന് ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹമാർത്ത സന്തന പ്രഭാതൻ ആരെങ്കിലും ഉണ്ടോ? ഇന്നും എനിക്ക് അവനെ വീണ്ടും അറിയണം. അങ്ങനെയുള്ളവരെ കൈ ഒന്ന് കാണിച്ചാട്ടെ. ഞാൻ ആ കൈ ഒന്ന് കാണട്ടെ. കൈതാത്തിടല്ലേ. എനിക്ക് പിന്നെ അവനെ അറിയണം, എനിക്ക് വീണ്ടും അവനെ അറിയണം, എനിക്ക് ഇച്ചിരി കൂടെ അവനെ അനുഭവിക്കണം. കൈയൊന്ന് ഉയർത്തി കാണിച്ച്. ആ വാക്ക്, നിങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട വാക്കുകളെല്ലാം ഈ ഫിലിപ്പിയ ലേഖനത്തിൽ കിടക്കുന്ന വാക്കാണ്. ഏറ്റവും എന്നെ ചിന്തിപ്പിച്ചതും എന്നെ കരയിപ്പിച്ചതുമായ ഒരു വാക്കാണ് അവനെ അറിയണം. വായികൾ തുറന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തി പറഞ്ഞേ, യേശുവിനെ അറിയണം. കൈകളൊന്ന് ഉയർത്തി പറഞ്ഞ് യേശുവിനെ അറിയണം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോഫറ്റ് ആരാന്ന് എനിക്കറിയണം. യേശു ആരാന്നറിയണം. അങ്ങനെയുള്ളവർ ആ കൈ ഒന്ന് ഉയർത്തി ഒന്ന് പറഞ്ഞാട്ടെ. ഇവിടുത്തെ ഏറ്റവും വലിയ അപ്പോസ്തലൻ. പാസ്റ്ററേ, ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, ഞങ്ങൾ സൺഡേ സ്കൂൾ ടീച്ചറാ, പാസ്റ്ററാ, പ്രവാചകനാ. അയ്യോ പാസ്റ്റർ എന്താ പറയുന്നേ? ഞാൻ അങ്ങനല്ല. നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് അശേഷമല്ല ഞാൻ പറഞ്ഞത്, ഇനിയും നമുക്കറിയാനുണ്ട്. ഒരു 5-6 പേരുടെ കൈയെ കണ്ടോളൂ, എന്നെ പേടിപ്പിച്ച് കളഞ്ഞ്. ഇച്ചിരി കൂടെ സപ്പോർട്ട് തരാമോ? ഞാൻ പറയുന്നു, ഇച്ചിരി കൂടെ നമുക്കറിയാനുണ്ട്, ഇനിയും നമുക്കറിയാനുണ്ട്. അവന്റെ നീളമാഴം ഉയരം വീതി എനിക്ക് ഇച്ചിരി കൂടെ അറിയണമെന്നുള്ളവരുടെ കൈ ഒന്ന് ഉയർത്തി ഒന്ന് കാണിച്ചാട്ടെ. എവിടം വരെ അറിയണം? മരിക്കുന്നത് വരെ അറിയണം. അമർത്തന സദനം നിന്റെ ഡെഡ് ബോഡി കിടക്കുമ്പോഴും അവനെ അറിയാൻ വേണ്ടി ഒരുങ്ങി കിടക്കണം. കൈകളൊന്ന് ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ പെതുക്കെ ആ ഫിലിപ്പി ലേഖനത്തിലേക്ക് കയറുകയാണ്. ഫിലിപ്പി ലേഖനത്തിലെ ഏറ്റവും എല്ലാ വാക്കുകളും എന്നെ കരയിപ്പിക്കുന്നതാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്കും അത് അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കിങ്ങനെയാണ് പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത്. ഇടവിടാതെ സ്തോത്രം ചെയ്താട്ടെ.
അയ്യോ, ഉറങ്ങിയുള്ള സ്തോത്രമായിപ്പോയി. കൈ ഉയർത്തിയ സ്തോത്രം പറഞ്ഞാണ്ട്. ആമേൻ. കൈ ഉയർത്തി സ്തോത്രം 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 പറഞ്ഞാട്ടെ. ആമേൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് TPM-ലെ സഹോദരങ്ങൾ. അവർ എത്ര നേരം സ്തോത്രം പറയുന്നത്. കൈ ഒന്ന് ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കൈകളൊന്ന് ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, കൈകളൊന്ന് ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. തീർന്നോ? മടുത്തോ? സ്തോത്രം ചെയ്താട്ടെ. പൗലോസ് പറയുന്നു, അമ്മേ, മീറ്റിങ്ങിന് വരുമ്പോൾ ഞാൻ സ്തോത്രം പറയുമെന്നല്ല, ഇടവിടാതെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. 1 മിനിറ്റ് ഒന്ന് ഇടവിടാതെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം സ്തോത്രം. അടുത്ത വാക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂത്. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, കഴിക്കുന്ന പ്രാർത്ഥന. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. 10-20 പേര് പറയാതിരിക്കുന്നു, ബാക്കിയുള്ളവരും കൂടെ പറഞ്ഞാട്ടെ. കഴിക്കുന്ന പ്രാർത്ഥന. അയ്യോ, തെറ്റിദ്ധരിച്ചു. ഉപവാസമായിട്ട് പാസ്റ്റർ ഇങ്ങനൊന്നും പറയരുത്, ഞങ്ങൾ വിശന്നിരിക്കുകയാണ്. കഴിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. ഈ മലയാളത്തിനാണ് ഇത്രയും വലിയ പ്രശ്നം. മലയാളത്തിന് എല്ലാത്തിനും 2 അർത്ഥമുണ്ട്. എൻ്റെ കൂടെ ആരും ഇല്ലല്ലോ, മലയാളികളല്ല ഇവിടെ. ഈ മലയാളം ഏറ്റവും വലിയ പ്രശ്നം. ഈ മലയാളത്തിന് 2 അർത്ഥമുണ്ട്. ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ ഈ നല്ല അർത്ഥത്തിൽ പറഞ്ഞാലും ചിലപ്പോൾ ഇത് മറ്റേ അർത്ഥത്തിൽ എടുത്താൽ പോയി നല്ല പ്രസംഗമായിരിക്കും. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ജീവനോട്? ഈ ചില മീറ്റിങ്ങിനൊക്കെ കഴിയുമ്പോൾ ആമേൻ, ചിലർ പറയുന്നുണ്ട്, നന്നായിട്ട് പ്രസംഗിച്ച് പാസ്റ്റർ, അത് അവനിട്ട് വെച്ചതാ, സത്യമായി നമ്മളത് അറിഞ്ഞിട്ട് പോലുമില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇതാരെയും കുത്തുന്നതും അല്ല, വെട്ടുന്നതും അല്ല, മനസ്സാ വാച ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല. ഈ 2ാമത്തെ അർത്ഥത്തിൽ എടുക്കല്ലേ, 1ാമത്തെ അർത്ഥത്തിൽ എടുക്കണേ. കൈകളൊന്ന് ഉയർത്തി പറഞ്ഞാട്ടെ, 1ാമത്തെ അർത്ഥത്തിൽ എടുക്കണം. അല്ല, എന്നെയല്ല അവരെ നോക്കി അടുത്തിരിക്കുന്നത് പറഞ്ഞാട്ടെ, 1ാമത്തെ അർത്ഥത്തിൽ. ആമേൻ. ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നെ ഒത്തിരി പേര് വിളിച്ചിട്ട് പറഞ്ഞു, നന്നായിരുന്നു. ഞാൻ വിചാരിച്ചു, കർത്താവേ, അത് പാസ്റ്ററിനിട്ട് കൊടുത്തതാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്നെ വേറൊരാൾ വിളിച്ചു പറഞ്ഞു, അത് വിശ്വാസിക്ക് ഇട്ട് കൊടുത്തതാണ്. എനിക്ക് മൊത്തം ഡൗട്ടായി. ചിലരത് വിശ്വാസിക്ക് കൊടുക്കുന്നു, ചിലത് പാസ്റ്ററിന്. ഇത് ആർക്കും വെക്കുന്നതല്ല. ഇത് നാളെ പ്രസംഗിച്ചാൽ ഇതിങ്ങനെ തന്നെയാണ്. അയ്യോ, അച്ഛൻ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവള് എന്നെ കേൾക്കുന്നുണ്ടോ? 1ാമത്തെ അർത്ഥത്തിലെടുത്തേ. ആമേൻ. കഴിക്കുക എന്ന് പറഞ്ഞാൽ തിന്നുക എന്നല്ല. അതിൻ്റെ അർത്ഥം എനിക്കൊന്നും മനസ്സിലായ കാര്യം ഞാൻ പറയാം, നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഈ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടെന്ന് കൈ ഒന്ന് കാണിക്കാം. അയ്യോ, വല്ലാത്ത ചോദ്യങ്ങളാണ് മൊത്തം ഈ ചെറുക്കൻ ചോദിക്കുന്നത്. കൈയൊന്ന് ഉയർത്തി കാണിച്ചാട്ടെ. പ്രാർത്ഥിക്കുന്നവരുടെ കൈയൊന്ന് ഉയർത്തി കാണിച്ചാട്ടെ. ഞാൻ കാണട്ടെ, എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്. വണ്ടി ഓടിക്കാൻ എനിക്ക് ആരെയും വണ്ടി ചില സമയത്തിന് വണ്ടി ഓടിക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ കണ്ണിനകത്ത് പ്രത്യേക ഒരു അഭിഷേകമുണ്ട്. ഏത് മൂലയിൽ ഇരുന്നാൽ അഭിഷേകമുള്ളവനെ കാണാൻ പറ്റും. ഒന്ന് പറഞ്ഞാട്ടെ. കഴിക്കുന്ന പ്രാർത്ഥന ഒന്ന് പറഞ്ഞാട്ടെ, നന്നായി പറഞ്ഞാട്ടെ. അതൊന്ന് പറയുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉഴപ്പി പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ല. ഈ പ്രാർത്ഥിക്കുമ്പോൾ ആർക്കോ വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് നടക്കത്തില്ല. ഈ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓഫറിങ് ഇടാറുണ്ടോ? ഓഫറിങ്, ദശാംശം സ്വോത്രാഴ്ചയ്ക്ക് ഇടാറുണ്ടോ? 3 പേരെ ഉള്ളെന്നാ തോന്നുന്നത്. ആമേൻ. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? അതിനകത്ത് ഈ 10 രൂപ ഇടുമ്പോഴോ 100 രൂപ ഇടുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 500 രൂപ കാണും. ഈ 500 ആകപ്പാടെ പേഴ്സിൽ 500 രൂപയുള്ളൂ. ആകപ്പാടെ എത്ര രൂപയുണ്ട്? 500 രൂപയുണ്ട്. ഈ 500 രൂപ ഇങ്ങനെ എടുക്കുമ്പോൾ വേണോ വേണ്ടയോ ഇങ്ങനെ ചിന്ത വരുമല്ലോ. അവസാനം ആമേൻ, കർത്താവേ, ഇത് ഞാൻ എടുത്തങ്ങ് ഇടുന്നു. ഇത് വിടുമ്പം നമുക്കറിയാം, വീട് വരെ ഇടണ്ടായിരുന്നു, വേണ്ടായിരുന്നു. ഇതൊരു പെയിൻ അടിക്കും. നിങ്ങളാരുമില്ല, നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്, ഞാൻ സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഒരു പെയിൻ അടിക്കും. ഈ എന്തോ ഒന്ന് കയ്യിൽ നിന്ന് പോയതുപോലെ തോന്നും. തോന്നിയിട്ടില്ലേ ആർക്കും? അങ്ങനെ ഒരു ഓഫറിങ് ഇടണം കേട്ടോ, അന്നേരം തോന്നും. തോന്നാത്തോണ്ടാ നിങ്ങൾ എന്നെ കേൾക്കുന്നില്ല. അമേൻ. ഈ എന്തോ ഒന്ന് കയ്യിൽ നിന്ന് പോയതുപോലെ തോന്നിയിട്ടുണ്ടോ? പ്രാർത്ഥന എന്ന് പറയുന്നത്, നീ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് പോകുമ്പോൾ എന്തോ ഒന്ന് നീ ആ വിഷയത്തിൽ വെച്ചതുപോലെ തോന്നണം. പത്ത് കൈയടി എനിക്ക് കിട്ടി. താങ്ക് യു, ഒത്തിരി സന്തോഷമുണ്ട്.
അത് നിങ്ങളെ പ്രത്യേകം നിങ്ങളുടെ മേലൊരു പ്രാർത്ഥനയുടെ പുതപ്പ് വീഴട്ടെ. ബാക്കിയുള്ളവരും വരും. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ഒരു വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് ഒരു പെയിൻ ഉണ്ടാകുന്നെങ്കിൽ, പെയിൻ ഇല്ല എങ്കിലും പെയിൻ ഉണ്ടാകുന്നെങ്കിൽ ആ വിഷയം അത്ഭുതം നടന്നു എന്നാണ്. പൗലോസ് ഈ ഭാഗത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇത് കഴിക്കുകയാണ്, ഇതൊരു പെയിനാണ്, ഇതൊരു വേദനയാണ്. ഇത് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവം ഈ സഭയ്ക്കകത്ത് ചില അങ്ങനെയുള്ള പ്രാർത്ഥനക്കാരെ ഈ രാവിലെ എഴുന്നേൽപ്പിക്കുകയാണ്. അങ്ങനെയുള്ളവരാ കൈയൊന്ന് അടിച്ച് ഒരു പെയിന്റെ പ്രാർത്ഥന. ആർക്കാ വേണ്ടേ? എവിടെ ഇരുന്നെങ്കിലും ആ കൈയൊന്ന് അടിച്ചതിനെ സ്വീകരിച്ചോ. പ്രബാധന സന്ദര പ്രബാധന ശാർത്ഥന സന്ദര പ്രബാധന. പറഞ്ഞേ, പെയിന്റെ പ്രാർത്ഥന, പെയിന്റെ പ്രാർത്ഥന ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ഒരു വിഷയത്തിൽ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സ് പൊട്ടുന്നെങ്കിൽ ആ വിഷയത്തിൽ പ്രതിഫലം ഉണ്ടെന്ന. കണ്ണീര് വീഴണം, ഹൃദയം പൊടിയണം. യേശു പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ, വിയർപ്പ് തുള്ളി വരേണ്ട സ്ഥലത്ത് നിന്ന് ചോര തുള്ളി വന്നതുപോലെ ഈ സഭയ്ക്കകത്ത് വീണ്ടും ചില പ്രാർത്ഥനക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഈ ആത്മാവിനെ വേണ്ടവർ ആമേൻ എങ്ങനെയെങ്കിലും ഒന്ന് കൈ ഉയർത്തി പിടിക്കുകയോ. സഭയ്ക്കകത്ത് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുമോ എന്നല്ല ഞാൻ പറയുന്നത്. സഭയ്ക്കകത്ത് ഇന്ന് തൊട്ട് ആമേൻ ചില പ്രാർത്ഥനക്കാരെ എഴുന്നേൽപ്പിക്കുക. അത് വേണ്ടുള്ളവർ കൈ ഒന്ന് ഉയർത്തി പിടിച്ച്, നന്നായി ഉയർത്തിപ്പിടിച്ച്, വലതുകരം ഉയർത്തിപ്പിടിച്ച്. ആമേൻ. പെയിന്റെ പ്രാർത്ഥന ആർക്കാ വേണ്ടേ? ഓ റസാധാര മഹാസീതേരിയ. കൈ ഉയർത്തിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ ഇപ്പോൾ ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് ഇപ്പോൾ പകരപ്പെടട്ടെ. നീ പറഞ്ഞാൽ പറഞ്ഞതാണ്, നിന്റെ കണ്ണീര് വീണതാണ്. നീ ഒരു വിഷയത്തിൽ ഹൃദയം പൊടിഞ്ഞാൽ ആ പ്രാർത്ഥനാ പായിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില പ്രാർത്ഥനക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കും. പാസ്റ്റർ, എനിക്ക് ആ ദൂത് വേണമെന്നുള്ളവരുടെ കൈ ഒന്ന് ഉയർത്തി കാണിച്ചു. ഞാൻ ശുശ്രൂഷകരത്ത് പറയാം, ദൈവദാസന്മാർക്കൊക്കെ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കും. ആമേൻ. പ്രത്യേകിച്ച് നല്ലൊരു ശുശ്രൂഷ കഴിഞ്ഞാൽ, ചില ശുശ്രൂഷ ഞാൻ തോന്നത്തില്ല, ചില ശുശ്രൂഷകൾ കഴിയുമ്പോൾ വണ്ടി കയറിയിട്ട് ഫോൺ പിന്നെ നോക്കും. പോക്കറ്റിൽ ഫോൺ കാണും, ബാഗ് തപ്പും, ബൈബിൾ ഉണ്ടോ എന്ന് ചോദിക്കും, ആവർത്തിച്ച് ചോദിക്കും. ബൈബിൾ എടുത്തോ, ബൈബിളുണ്ടോ, ബുക്കുണ്ടോ, ഫോണുണ്ടോ. വീട്ടിൽ ചെല്ലുന്നവരെ അല്ലെങ്കിൽ അടുത്തൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരെ എന്തോ ഒന്ന് കയ്യിൽ നിന്ന് പോയതുപോലെ തോന്നി ആരെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. അർത്ഥം ഞാൻ പറയാം, ആ ശുശ്രൂഷയിൽ നീ ആ ദേശത്തിൽ എന്തോ ഒന്ന് ഇട്ടു. അന്നത്തെ ശുശ്രൂഷയിൽ നീ കൊണ്ടു നടന്ന എന്തോ ഒരു നിയോഗം ആ പട്ടണത്തിൽ വീണിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഇന്ന് പകൽക്കാലം എന്തോ ഇതിനകത്ത് വീഴുന്നുണ്ട്. വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ കയ്യും അടിച്ച് പ്രഭാതന എന്തോ ദേശത്ത് വീഴുന്നുണ്ട്, എന്തോ നീ പോകുന്ന പട്ടണത്തിൽ വീഴുന്നുണ്ട്. അഭിഷക്തന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ഒരു പ്രസംഗം കഴിയുമ്പോൾ കയ്യൊന്ന് അടിച്ച് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. എന്തോ ദേശത്ത് വീഴുന്നു, എന്തോ നിന്റെ തലമുറകളിൽ വീഴുന്നു. കൈ അടിച്ചോ, വാ തുറന്നോ. എന്തോ ദേശങ്ങളിൽ വീഴുന്നു, എന്തോ രാജ്യങ്ങളിൽ വീഴുന്നു, എന്തോ പട്ടണങ്ങളിൽ വീഴുന്നു. നീ പ്രാപിച്ചത് എന്തോ പകരപ്പെടുന്നു. കൈ അടിക്കുവാണെങ്കിൽ കൈ അടിക്കണം, ചേർത്തടിക്കണം, ശബ്ദം ഉയർത്തണം. ഇപ്പോൾ പരിമിതികൾ പൊളിയുന്നു, ലിമിറ്റേഷൻ പൊളിയുന്നു.
നിന്റെ പ്രാർത്ഥന ചലിക്കാൻ പോകുകയാണ്. നിന്റെ പ്രാർത്ഥന ഒഴുകുകയാണ്. ഒരു നദി ഒഴുകുന്നത് പോലെ ഒഴുകട്ടെ. പിടിച്ചു വെക്കരുത്, പിടിച്ചു വെക്കരുത്. ആ പുറകിൽ 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 പിടിച്ചു വെക്കരുത്. ഒഴുകട്ടെ, ഒഴുകട്ടെ. ഒരു മതിലുകൾക്കും തടുക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ആ നദി ഒഴുകട്ടെ. നിർത്തണ്ട. 60 സെക്കൻഡ് കൂടെ ആ കൈ ഒന്ന് ചേർത്തടിച്ചോ. ഇപ്പോൾ ചിലത് സംഭവിക്കുന്നു. ഞാൻ ഈ അന്തരീക്ഷത്തെ ബഹുമാനിക്കുന്നു, ഈ അന്തരീക്ഷത്തെ ഓണർ ചെയ്യുന്നു. ഇനി ചിലപ്പോൾ പ്രസംഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാനൊരു ദൂത് പറയുക, പ്രാപിക്കാൻ പറ്റുന്നവർ എങ്ങനെങ്കിലും പ്രാപിച്ചോണം. നിന്റെ അഭിഷേകം ഒഴുക, നിന്റെ നിയോഗം ഒഴുക. ആർക്കും തടയാൻ കഴിയാത്ത രീതിയിൽ ഒരു നദി ഇതിനകത്ത് ഇന്ന് പകലിൽ ദൈവാത്മാവ് ഒഴുക്കിയാണ്. കെട്ടിവെച്ചത് 7.5 മാസമായി, 11 മാസമായി, വർഷങ്ങളായി നിന്നെ പരിധി വെച്ച് ലിമിറ്റ് ചെയ്ത റിവർ, ഒരു നദി, ഒരു ജീവജല നദി. എഴുന്നേക്കണമെങ്കിൽ എഴുന്നേക്ക്, കൈ അടിക്കണമെങ്കിൽ കൈ അടിക്ക, ചലിക്കണമെങ്കിൽ ചലിക്ക. ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. ഇതിന് പരിമിതി വെച്ചത്, ഇതിന് ലിമിറ്റ് ചെയ്തത്, ശുശ്രൂഷകളെ പരിമിതി വെക്കുന്നത്, അഭിഷക്തന്മാരെ തടയുന്നത്, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിന്റെ മേൽ സഭയെ ഒരുമിച്ച് അവന്റെ മേൽ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. അവനെ തൊട, അവനെ കൈവെക്ക, അവനെ കൈവെക്ക. ബാക്കിൽ ആ സഹോദരന്റെ മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. കൈവച്ചോ, കൈവച്ചോ. അവന്റെ മേൽ നദി ഒഴുകട്ടെ, നദി ഒഴുകട്ടെ. ആർക്കും പിടിക്കാൻ കഴിയാത്തൊരളവിൽ ഒരു നദി ഒഴുകട്ടെ. ഇരിക്കുന്നവർ ഇരുന്ന് കൈ അടിക്ക്, നിൽക്കുന്നവർ നിന്ന് കൈ അടിച്ച്. ഇന്ന് ഞാനൊരു ദൂത് പറയാ. ഇന്ന് പകൽ ഇതിനകത്ത് കയറിയവർ അടുത്ത മണിക്കൂറിനകം നീ ചലിച്ചതിന്റെ അടയാളം, നീ ഒഴുകിയതിന്റെ അടയാളം, നിന്റെ കെട്ട് പൊട്ടിയതിന്റെ അടയാളം, നിന്റെ ശുശ്രൂഷ തുറന്നതിന്റെ പ്രാർത്ഥിച്ച് 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 ദൈവശക്തി ചലിക്കുന്നു. നിൽക്കുന്നവര് നിൽക്കുക, ഇരിക്കുന്നവർ ഇരിക്കുക. ആ 2 കൈകളൊന്ന് ഉയർത്തി പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ നിയോഗത്തിന്റെ അടുത്ത തലത്തിലേക്ക് പോകുവാൻ ഞങ്ങളുടെ മേലൊരു പ്രാർത്ഥനയുടെ ആത്മാവ്. ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു പെയിന്റെ പ്രാർത്ഥനയായി മാറട്ടെ. നീ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ അത് ചലിച്ചിരിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറയുക. യേശുവിന്റെ നാമത്തിലെ കൈകളൊന്ന് ഉയർത്തി 60 സെക്കൻഡ് അന്യഭാഷകളിൽ. ബഥേൽ ആമേൻ ഒഴുകുകയാണ്. ബഥേൽ
ബഥേൽ. ആമേൻ, ആമേൻ. ബഥേൽ എന്ന് പറയുമ്പോൾ ഞാൻ ചർച്ചിനോടാണ് പറയുന്നത്. ചർച്ചിനോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ നിന്നോടാ പറയുന്നത്. ആമേൻ, ആമേൻ. ബഥേൽ എന്ന് പറയുമ്പോൾ നീ ആമേൻ പറയണം. ബഥേലിനെ കെട്ടാൻ കഴിയത്തില്ല, ബഥേലിനെ ആമേൻ തടയാൻ കഴിയത്തില്ല. ബഥേലിന്റെ മേൽ ഇതുവരെ ഇല്ലാത്ത ഒരു ഒഴുക്ക് ഈ ആമേൻ ശനിയാഴ്ച പകലിൽ പരിശുദ്ധാത്മാവ് വെക്കട്ടെ. ഞങ്ങളുടെ മാവേലിക്കരയുള്ള ചർച്ചിന്റെ പേര് റിവർ എന്നാണ്, നദി എന്നാണ്, ലൈഫ് ഓഫ് റിവർ എന്നാണ്. എന്നോട് കർത്താവ് പറഞ്ഞു, ആർക്കും തടയാൻ കഴിയാത്തൊരു നദി. യേശുവിന്റെ നാമത്തിൽ കൈകൾ ഉയർത്തി പറ, നിന്റെ വീട്ടിൽ അത് ഒഴുക. ഈ പ്രസംഗം കേൾക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഒരു 50 പൈസയുടെ മുട്ടായിയുടെ ടെസ്റ്റ് മണിയെങ്കിലും നിന്റെ കുടുംബത്തിൽ കണ്ടിരിക്കുക. ഞാനൊരു പ്രവാചകനെങ്കിൽ, ഞാനൊരു അഭിഷക്തനെങ്കിൽ ആ നദി ഒഴുകട്ടെ. പിടിക്ക പിടിക്ക പിടിക്ക. ഒഴുകട്ടെ, ഒഴുകട്ടെ, ചലിക്കട്ടെ. പോട്ടെ പോട്ടെ. നീ റെഡിയാണെങ്കിൽ അത് ഒഴുകും. നീ ഇന്ന് റെഡിയാണെങ്കിൽ അത് ഒഴുകും. ഒത്തിരി പേരുടെ മേൽ അത് ഒഴുകുന്നു, ഒത്തിരി പേരുടെ മേൽ അത് പകർച്ചകൾ സംഭവിക്കുന്നു. ആ ബാക്കിലൊക്കെ കർത്താവ് ചിലർ തൊടുന്നുണ്ട് കേട്ടോ, തൊടുന്നുണ്ട്. സ്പെക്സ് നീ റെഡി ആയിക്കോ, റെഡി ആയിക്കോ. പ്രഭാതന നിന്റെ മേൽ ആ ദൈവശക്തി വ്യാപരിക്കുന്നു. ഞാൻ നിന്നോട് പ്രവചിക്കുന്നു, നിന്റെ മുമ്പിൽ അടഞ്ഞത് ചിലത് ഇപ്പോൾ തുറക്കി. അവനെ ഒന്ന് തൊട്ടോ യേശുവിന്റെ നാമത്തിൽ. ആ നാദി നിന്റെ മേൽ ഒഴുകട്ടെ. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചൊരാമയും പറഞ്ഞു. ഇരുന്നാട്ടെ ഇരുന്നാട്ടെ ഇരുന്നാട്ടെ. മോനെ നീ നിന്നോടാ, നിന്റെ മേൽ എന്തോ കർത്താവ് ഇങ്ങനെ പകരുന്നു. നിന്റെ ടൈമായി. കൈകളെല്ലാം ഉയർത്തിപ്പിടിച്ച്. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ, കൃപ
ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ. കൈകളൊന്ന് ഉയർത്തി പിടിക്കാമോ? കൃപ തോന്നി കരുതിടണേ. ഇനിയും അസാധാരണമായ ദയ എന്റെ ജനത്തിന്റെ മേൽ വീഴാൻ സമയമായി. കൈകളൊന്ന് ഉയർത്തി പിടിച്ചൊരാമേൻ പറഞ്ഞാട്ടെ. അസാധാരണമായ ദയ. ഇന്ന് വന്നവരെല്ലാവരും രാത്രിയിലും കൂടെ വരണേ എന്ന് ഞാൻ അപേക്ഷിക്കുക. കാരണം ഈ ദൂത് ഒരു വരി പോലും തുറക്കാൻ പറ്റുന്നില്ല. ആമേൻ. തുറക്കും തോറും ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുകയാണ്. ഇത് തുറക്കണമെങ്കിൽ ഇനി ഒരു 4 ദിവസം കൂടെ പ്രസംഗിക്കണം. ഒരാമേൻ പറഞ്ഞാൽ നിങ്ങൾ 4 ദിവസം വരാത്തത് കൊണ്ട് നിങ്ങൾ രാത്രിയിലെങ്കിലും വരണം. കൈകൾ ഉയർത്തിയൊന്ന് പിടിച്ച് ആമേൻ പറഞ്ഞാട്ടെ. അസാധാരണമായ ദയ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കും. ഒരാമേൻ പറഞ്ഞാട്ടെ. ഫിലിപ്പി ലേഖനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ പദം കഴിക്കുന്ന പ്രാർത്ഥന. എല്ലാവരും പറഞ്ഞാട്ടെ. ഓഫറിങ് പെയിൻ എന്തോ വെച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആമേൻ. 7-8 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അടുക്കലൊക്കെ പ്രാർത്ഥിക്കാൻ ആളുകൾ വരുമ്പോൾ ഈ UK പോകുന്നതിന് വലിയൊരു പെയിൻ എടുത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിലും, കാനഡയിൽ പോകുന്ന വിഷയത്തിന് വേണ്ടി ഒരു പെയിൻ എടുത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിലും, ഈ ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ അകത്തൊരു പെയിൻ ഉണ്ടാകും. തോന്നിയിട്ടുള്ളവരെന്ന് കൈ കാണിച്ച്. ചിലർ ആമേൻ അവരുടെ വിഷമം നമ്മളോട് പറയുമ്പോൾ ഒരു പെയിൻ ഉണ്ടാകും. പെയിൻ ഉണ്ടായാൽ പ്രാർത്ഥിക്കണമെന്നില്ല, റിസൾട്ട് ഉറപ്പാണ്. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറയും. 8 വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ക്യാൻസർ വന്ന ഒരാൾ മരിച്ചുപോയി. ഇപ്പം 8 വർഷം കഴിഞ്ഞു. അമ്മ വലിയ പെയിനിലൂടെ കടന്നുപോയി, വലിയ വേദനയിലൂടെ കടന്നുപോയി. 40-ാമത്തെ ദിവസം മരണത്തോട് മല്ലുമടിക്കുന്ന സമയത്തിന് അന്ന് മാർത്താണ്ഡത്ത് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അമേൻ. മീറ്റിങ്ങിനൊന്നും പോകാതെ 40 ദിവസത്തോളം അമൃതയിലും വെല്ലൂരൊക്കെ ഇങ്ങനെ അച്ചാത്തനെ ഇങ്ങനെ നോക്കി ഇരിക്കുമ്പോൾ ഇടയ്ക്കൂടെ ഒരു മീറ്റിങ്ങിന് പോകേണ്ട വന്നു. അന്ന് മാർത്താണ്ഡത്തൊരു മീറ്റിംഗ് ചെല്ലുമ്പോൾ ഒരു സഹോദരിയെ പരിശുദ്ധാത്മാവ് കാണിച്ചിട്ട് പറഞ്ഞു, അവളെ തൊണ്ടയിൽ ഒരു സൗഖ്യം നടക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. ഞാനിങ്ങനെ വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു, സഹോദരി സൗഖ്യമാകുന്നെന്ന്. ആ സഹോദരി ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? തൊണ്ടയിൽ ക്യാൻസറാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചില്ല. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ മടിയായി. എൻ്റെ ചിന്ത, ആദ്യം എൻ്റെ വീട്ടിൽ സൗഖ്യം നടക്കട്ടെ. കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, ശുശ്രൂഷ അങ്ങനല്ല. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഒരഭിഷക്തൻ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടണമെങ്കിൽ ആരുമറിയാത്ത വേദനകളിലൂടെ അവൻ കയറിപ്പോകണം. പെയിൻ ഉണ്ടെങ്കിൽ നിനക്കൊരു ഗെയിൻ ഉണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറയണം. എന്നോട് കർത്താവ് പറഞ്ഞു, അച്ഛാ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിനക്ക് പ്രാർത്ഥിക്കാതെ പോകാൻ പറ്റും. നിന്റെ വീട്ടിൽ വിടുതൽ നടന്നില്ല എന്ന് പറഞ്ഞു ഉഴപ്പാൻ പറ്റും. 2, നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. 2 ആ സഹോദരിയെ ഞാൻ മുമ്പിലോട്ട് വിളിച്ചിട്ട് പ്രാർത്ഥിച്ചു. ആ സഹോദരി ഇന്നും ജീവനോടിരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ കാര്യം മോശമായിട്ടോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പക്ഷെ അതിനുശേഷം ആരൊക്കെ ഈ രോഗത്താൽ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ എൻ്റെ അകത്ത് ആ പെടച്ചിലങ്ങോട്ടുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വേദനിച്ചവനെ അറിയാൻ പറ്റത്തുള്ളൂ, ഒറ്റപ്പെട്ടവനെ അതറിയാൻ പറ്റത്തുള്ളൂ. എല്ലാമുള്ളവനത് മനസ്സിലാകത്തില്ല. അവൻ വേദനയിലൂടെ കടന്നുപോയവന് പ്രാർത്ഥിക്കാൻ ഉത്സാഹം കിട്ടും. ഈ രോഗത്താൽ ആരെങ്കിലും വിളിച്ചാൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാതെ, ഒരു 5 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കാതെ പോകത്തില്ല. ഒത്തിരി പേരൊന്നും സൗഖ്യമായിട്ടില്ലെങ്കിലും 100 പേര് വിളിച്ചപ്പോൾ 10 പേര് സൗഖ്യമാകുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അർത്ഥം ഞാൻ പറയാം. നിനക്കൊരു പെയിൻ ഉണ്ടോ? മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടോ? കൈ ഒന്ന് ഉയർത്തി ഒന്ന് കാണിച്ചാണ്.
ഈ തലമുറകൾ നശിക്കുന്നതിനെ കുറിച്ച് നിനക്കൊരു പെയിൻ ഉണ്ടെങ്കിൽ നിന്റെ കയ്യിൽ അറിയാതെ യൗവനക്കാരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു അഭിഷേകം പകരും. ആരെങ്കിലും ഉണ്ടോ? ചെറുപ്പക്കാരെങ്കിലും ഉണ്ടോ? ബാംഗ്ലൂരിനകത്ത് ചിലർ നശിച്ചിരുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കയ്യൊന്ന് ഉയർത്തിപ്പിടിക്കുക. അങ്ങനെയുള്ളവർ 2 പേരേ ഉള്ളോ, 3 പേരേ ഉള്ളോ, 4 പേരേ ഉള്ളോ? ഇരിക്കല്ലേ മക്കളെ, ഇരിക്കല്ലേടാ, ഇരിക്കല്ലേ. ബാംഗ്ലൂരിലെ പൈശാചിക പദ്ധതികളും ഇവിടുത്തെ തേർവാഴ്ച നടത്തുമ്പോൾ അതിനോടൊരു വൈരാഗ്യം തോന്നുന്നവരുടെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. അങ്ങനാണെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ അത് കീഴടങ്ങും. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഏത് ബാലിന്റെ ശക്തിയും ഇന്ന് പകൽക്കാലം കീഴടങ്ങും. പെയിനുള്ളവരുടെ കൈയൊന്ന് ഉയർത്തിപ്പിടിക്കുക. ഈ സഭയ്ക്കകത്ത് ചില തലമുറകൾ നശിച്ചു പോകുന്നത് പെയിനുള്ളവർ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ നീ കൈവച്ചാൽ അവൻ തുറക്കപ്പെടും, അവന്റെ മേൽ ചിലത് പകരപ്പെടും. ആ കൈയൊന്ന് ഉയർത്തിപ്പിടിക്കുക. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് സഭയോട് ഞാൻ പറയുന്നു, അഭിഷക്തന്മാരോട് ഞാൻ പറയുന്നു, ലീഡേഴ്സിനോട് ഞാൻ പറയുന്നു, വീണ്ടും നീ പെയിനോടെ പ്രാർത്ഥിക്കുക. ചിരിച്ച് കളിച്ചിരിക്കരുത്, ഉദാസീനയോടെ ഇരിക്കരുത്. ഒരു വാശിയോടെയും വൈരാഗ്യത്തോടെയും നിയോഗത്തോടെയും ഇന്ന് പകൽക്കാലം തൊട്ട് പ്രാർത്ഥിച്ചോ. ഇവിടെ ചിലത് സംഭവിക്കും. ആർക്കാ പെയിനുള്ള? യൗവനക്കാരുടെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്. മോനെ, കൂട്ടു സഹോദരൻ നശിച്ചു പോകുന്നതിന് പെയിൻ ഉണ്ടോടാ? പെയിൻ ഉണ്ടോ നിനക്ക്? കൈ ഉയർത്തിപ്പിടിക്കടാ. അമാർത്തന സഭാധന ആലയത്തിന്റെ മതിലുകൾ, കർത്താവിന്റെ പ്രസംഗിച്ച ദൈവദാസൻ എന്ത് ചെയ്യും? മുമ്പേ പ്രസംഗിച്ച ദൈവദാസൻ, ആലയത്തിന്റെ മതിലുകൾ പൊളിഞ്ഞു കിടക്കുമ്പോൾ ഒരു പ്രാണ പെയിൻ, ഒരു വേദനയുള്ളവരുടെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചോട്ടെ. ദേശം നശിച്ചു പോകുമ്പോൾ, സാധന പ്രഭാതന ഭാരതം നശിച്ചു പോകുമ്പോൾ, പത്രങ്ങൾ, വാർത്തകൾ, നശിച്ച വാർത്തകൾ കേൾക്കുമ്പോൾ പ്രാണവേദനയുള്ളവരുടെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്, കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്. അതൊരു പെയിന്റെ പ്രാർത്ഥനയാണ്. നീ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അതിനകത്ത് മണിക്കൂറിനകം, ദൂത് പറയുമ്പോൾ ഒരു ആമേൻ പറയണം. മണിക്കൂറിനകം ദൈവപ്രവൃത്തിയുടെ കരം ചലിക്കും. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചൊരു ആമേൻ പറയണം. ഇപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ ഈ ജനത്തെ നോക്കി പ്രവചിക്കുന്നു, ഒരു പെയിന്റെ പ്രാർത്ഥന. കൈ ഉയർത്തിപ്പിടിച്ചോട്ടെ, ഒരാമയും പറഞ്ഞാട്ടെ. ഇരുന്നേ മക്കളെ, ഇരുന്നേടാ, ഇരുന്നേ. നിങ്ങളെ ഇന്ന് തൊട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രാണവേദനയിൽ പ്രാർത്ഥിക്കണം. വിയർപ്പ് തുള്ളിയിലൂടെ ചോര വന്നതുപോലെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന 2-3 മിനിറ്റ് നിങ്ങൾ മിണ്ടാതിരുന്നോ. സഹോദരിമാരോട് ഞാൻ പറയാം, കണ്ണീരോടെ നീ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ ചിലതിനകത്ത് നിന്റെ പ്രാണൻ പൊടിഞ്ഞ ചില കേസുകളെ എന്റെ ദൈവം സൈൻ ചെയ്യാൻ പോകുക. അവിടെ ഇരിക്കുന്നവർ മിണ്ടണ്ട, ഇവിടെ ഇരിക്കുന്നവർ മിണ്ടിക്കോ. സഹോദരിമാരോടാ ഞാൻ പറയുന്നത്, പ്രാണവേദനയിലൂടെ കേറിപ്പോയ പ്രാർത്ഥനാ വിഷയങ്ങള് സ്വർഗം ഇന്ന് രാത്രി. കൈകളൊന്ന് ഉയർത്തി എല്ലാവരും ഒന്ന് പിടിച്ച്, എല്ലാ കരവും ഉയർത്തിപ്പിടിച്ച് 1 മിനിറ്റ് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച്. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച്. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച്. ആത്മാവിലെന്നോടും ഇടപെടണേ. കൈകളൊന്ന് ഉയർത്തി പറഞ്ഞേ, ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. കൈകൾ ഉയർത്തിയത് പറഞ്ഞേ, ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആ വരികൾ ചേർന്ന് പറഞ്ഞേ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. കൈകൾ
ഉയർത്തി പറഞ്ഞേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്നോടാ? അടുത്തിരിക്കുന്ന അച്ഛന് കിട്ടിയ കാറ് കിട്ടിയില്ലേലും സാരമില്ല, അടുത്തിരിക്കുന്ന അമ്മാമ്മയ്ക്ക് കിട്ടിയ വീട് കിട്ടിയില്ലേലും സാരമില്ല, അവനെ തൊടുന്നതിനേക്കാൾ ശക്തമായി എന്നെ തൊടണം. അവൻ എത്ര പേര് രാമയും പറയും? കൈ ഉയർത്തി അടുത്തിരിക്കുന്നതിനെ തൊട്ടിട്ട് പറഞ്ഞേ, നിനക്ക് കിട്ടിയ കാർ എനിക്ക് കിട്ടിയില്ലേലും സാരമില്ലെന്ന് പറഞ്ഞാട്ടെ. നിനക്ക് കിട്ടിയ വീട് എനിക്ക് കിട്ടിയില്ലേലും, പക്ഷെ നിന്നെ തൊടുന്നതിനേക്കാൾ ശക്തമായി എന്നെ തൊടണം. അങ്ങനെയുള്ളവരുടെ കൈ ഒന്ന് ഉയർത്തി ഒന്ന് കാണിച്ചാട്ടെ, ശബ്ദം ഉയർത്തി ഒന്ന് കാണിച്ചാട്ടെ. ഇതൊരാവേശമാകട്ടെ, ഇതൊരു നിയോഗമാകട്ടെ, ഇതൊരാഗ്രഹമാകട്ടെ. അടുത്ത ദൂത് പറയുമ്പോൾ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായതേ ഉള്ളൂ, നമുക്ക് 2-ാം അധ്യായം പ്രസംഗിക്കണ്ടേ. പക്ഷെ 3-ഉം 4-ഉം പറയണം. നിങ്ങളെല്ലാവരും വരുമെന്ന് പറഞ്ഞൊക്കെയാ ഞാൻ ഇത് പ്രസംഗിക്കുന്നത്. രാമൻ പറഞ്ഞാട്ടെ. 1-ാം അധ്യായത്തിന്റെ അടുത്ത വാക്ക്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ ഒന്ന് പറ. നിങ്ങൾ പൂരിപ്പിച്ചേ അതിനെ. മരണം കാത്തിരിക്കുന്നവരൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. ഡിപ്രഷൻ അടിച്ച് മൂക്കി പഞ്ഞു വെച്ചിരിക്കുന്നവരൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. ഞാൻ ചിലരോട് ഞാൻ പറഞ്ഞ തികയ്ക്കും. ഒരു 3 പേർക്ക് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കൈ കൊടുത്ത് പറഞ്ഞ തികയ്ക്കും. നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ഇത് പറയുമ്പോൾ തന്നെ ഒരു അഭിഷേകം വ്യാപരിക്കുന്നു. ഏതോ മരണപ്പൂട്ടുകളൊക്കെ അഴിയ നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ പൂർത്തീകരിക്കും. ഞാൻ സഭ തുടങ്ങിയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ചത്തില്ലെങ്കിൽ കാണാന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന്, എനിക്ക് വലിയ പ്രായമൊന്നുമില്ലല്ലോ, ഒരു വേദനയും. കർത്താവേ, 1-ാമത് ഒരെണ്ണം കഴിഞ്ഞതിൻ്റെ ക്ഷീണം തീർന്നില്ല. ഇനി ആകപ്പാട് ഒരുത്തനുണ്ട്, ഈ എല്ലാം സഹിക്കാം, പാസ്റ്റർമാരെ സഹിക്കാൻ പറ്റാത്ത. നിങ്ങളെല്ലാവരും ചിരിക്കുന്ന എല്ലാവരും അനുഭവസ്ഥരാന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു ചത്തില്ലെങ്കിൽ കാണാന്ന്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഞാൻ വല്ല അമ്പലം വല്ലതും ആണോ തുടങ്ങിയേ? പിന്നെ വേറൊരാൾ പറഞ്ഞു ശവം കാണാന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞു, നിന്റെ അകത്ത് നല്ല പ്രവൃത്തി ആരംഭിച്ചത് ആരെങ്കിലും ഉണ്ടെങ്കിൽ രാമേൻ പറ. നിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തത് അമ്മാച്ചനല്ല, ഉപ്പാപ്പനല്ല, ചാർച്ചക്കാരനല്ല. യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് പറഞ്ഞ് കേറിപ്പോ. പ്രഭാതന നിന്റെ അകത്ത് തുടക്കമിട്ടത് ദൈവമാണ്. 2 പേരേ ഉള്ളോ, 3 പേരേ ഉള്ളോ? യേശുവിന്റെ നാമത്തിൽ no one can stop it. നിന്നെ ആർക്കും തടയാൻ കഴിയത്തില്ല. ആരാമേൻ പറയുന്നത്? ഇത് പറയുമ്പോൾ അടുത്തൊരു നിയോഗത്തിന് വേണ്ടി ആരാ പിടിക്കുന്ന അവരെ എനിക്ക് കാണാൻ പറ്റും. യേശുവിന്റെ നാമത്തിൽ നിന്റെ അകത്ത് നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആമേൻ പറഞ്ഞോണോ? ഇന്ന് രാത്രി ഞാൻ പറയാം, ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ഈ ബർത്ത്ഡേ ഞാൻ പ്രവചിച്ച് പറയുക, ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല, ആർക്കും കുറുക്കിന് നിൽക്കാൻ കഴിയത്തില്ല. കാരണം നിന്റെ അകത്ത് തുടങ്ങിയത് പറ. എന്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തത്, എനിക്ക് ഫ്യൂവൽ തരുന്നത്, എന്റെ ഓട്ടത്തിന് ബലം തരുന്നത് ഇവിടുത്തെ പ്രസ്ഥാനങ്ങളല്ല, അവന്റെ ആളുകളല്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ അകത്ത് തുടക്കം തന്നത്. ഇത് പറയുമ്പോൾ ഒരു വലിയ വല പൊട്ടി ദൈവ ജലത്തിനെ പുറത്തെടുക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറയുക. ഓ കൈയടിച്ച് കേറ്. മരണക്കുരുക്കുകളും ഭയങ്ങളും പ്രാപിക്കുക, 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 പ്രാപിക്കുക. ബഥേലിൽ ഈ ദൂത് ഞാൻ പറയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ബഥേൽ ഒരുമിച്ച് കൈയടിച്ച് അവൻ ആർക്കും അടയ്ക്കാൻ കഴിയാത്തതും വലുതും വിശാലവുമായൊരു വാതിൽ നിനക്ക് വേണ്ടി എന്റെ ദൈവം തുറക്കുന്നു. പിടിക്കു സഹോദരി. അമാർ തല തല സന്തല. അവൻ 2 പേരെ പിടിച്ചോ, ആ കൈ കോർത്ത് പിടിച്ചോ, കൈ കോർത്ത് പിടിച്ചോ.
നിന്നോട് ഞാൻ പ്രവചിക്കുന്നു, നിന്നോട് ഞാൻ ദൂത് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ കൈകൾ ചേർത്തടിച്ച് ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല, ആർക്കും പൂട്ടാൻ കഴിയത്തില്ല. നിന്റെ മൈലേജ് കൂടാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. വിശ്വസിക്കുന്നവരാമേ പറയുക. ഒരു ആക്സിലറേഷൻ, ഒരു വേഗത യേശുവിന്റെ കാണാൻ നിക്കല്ല. പ്രാപിച്ചോണം, സ്വീകരിച്ചോണം. നീ തടയപ്പെടത്തില്ല, നീ സ്റ്റോപ്പ് ആകത്തില്ല. യു ആർ അൺസ്റ്റോപ്പബിൾ. കൈയടിച്ച് 1 മിനിറ്റ് ശബ്ദമുയർത്തി. കൈയടിക്കുമ്പോൾ ഞാനൊരു ദൂത് പറയാ. എവിടെങ്കിലും നിന്നെ പൂട്ടിയെങ്കിൽ ഇവിടെ ഞാനതിനെ തുറക്കുകയാണ്. എവിടെങ്കിലും നിന്നെ കെട്ടിയെങ്കിൽ അതിനെ ഞങ്ങൾ ഒരുമിച്ച് ഈ ഫ്രണ്ട് റോയിൽ ചിലതിനെ ദൈവം പുറത്തെടുക്കുക. ഞാൻ വിരൽ ചൂണ്ടുന്നവർ ആമേൻ പറഞ്ഞോളാം. യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു വരൂ. കൈവക്ക കൈവക്ക. ആമേൻ. ബ്ലൂ ഷർട്ട് യേശുവിന്റെ നാമത്തിൽ അല്ലോ കഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ അകത്ത് നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, നിന്റെ അകത്ത് നല്ല കാര്യങ്ങൾ തുടങ്ങിയവൻ, നിന്നെ ഇങ്ങനെ ആക്കിയവൻ, നിന്നെ ആക്കിക്കൊണ്ടിരിക്കുന്നവൻ, നിന്നെ നിയോഗത്തിലേക്ക് വേർതിരിച്ചവൻ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് നിന്നെ അഭിഷേകം ചെയ്തവൻ. കൈകൾ ഉയർത്തി പറഞ്ഞാട്ടെ. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ പൂർത്തീകരിക്കും. ഒരാമയം പറയുവാണെങ്കിൽ കൈ ഉയർത്തി ആമയം പറയണം. ശബ്ദം ഉയർത്തുവാണെങ്കിൽ ശബ്ദം ഉയർത്തി ആമയം പറയണം. വായികൾ തുറന്ന് പറഞ്ഞാട്ടെ. പൂർത്തീകരിക്കും. 1-2 പേരെ പിടിച്ച് കൈ പിടിച്ച് പറഞ്ഞാട്ടെ. ഈ കോവിഡ് സമയത്തിന് എല്ലാം ഇങ്ങനെ അന്ന് ഞാൻ ഈ കോലാലംപൂർ എയർപോർട്ടിൽ നിന്ന് വരികയാണ്. എന്നെ കൊണ്ടാക്കിയത് 5 സഹോദരന്മാരാ. അമ്മേൻ അങ്ങോട്ട് മലേഷ്യയിലോട്ട് കയറ്റി വിട്ടപ്പോൾ 5 സഹോദരന്മാർ എന്നെ കൊണ്ടാക്കിയത്. പക്ഷെ വിളിക്കാൻ നേരത്ത് ആരും വന്നില്ല. അന്ന് കോവിഡ് തുടങ്ങിയ സമയം. ഒറ്റയ്ക്ക് ഇറങ്ങി എയർപോർട്ടിൽ വന്നപ്പോൾ കൊച്ചിയിൽ ആരുമില്ല, വിളിക്കാൻ ആരുമില്ല. അമ്മയെ ഞാൻ വിളിക്കാനായിട്ട് 2-3 നേരത്ത് പറഞ്ഞാ വിളിക്കാൻ വരണേ, ആരും വന്നില്ല. വീട്ടിൽ നിന്ന് പറഞ്ഞു ഇപ്പം ഇവിടെ കുഞ്ഞുണ്ട്, അമ്മയും കൈക്കുഞ്ഞുണ്ട്, ഇങ്ങോട്ടും വരണ്ടെന്ന് പറഞ്ഞു. രാമയും പറഞ്ഞാട്ട് നിങ്ങൾ കോവിഡൊന്നും കണ്ടിട്ടില്ല, നിങ്ങൾ കോവിഡിന് ശേഷം ജനിച്ചവരായതുകൊണ്ട് അമേൻ ക്വാറന്റൈനിൽ ഇരിക്കുക. അവിടുത്തെ ഈ ദൈവത്തിൻ്റെ പദ്ധതിയൊക്കെ വലിയ കാര്യങ്ങളാണ്. അന്ന് കൊല്ലത്തോട്ട് പോകാൻ പറ്റിയില്ല. അന്ന് എനിക്ക് ക്വാറന്റൈൻ ഇട്ടത് മാവേലിക്കരയില ക്വാറന്റൈൻ ഇട്ടത്. ദൈവത്തിൻ്റെ പദ്ധതികളൊന്നും അതിൻ്റെ ജ്ഞാനമൊക്കെ ഭയങ്കരമാണെന്ന് പറയാൻ വേണ്ടിയാ. മാവേലിക്കരയിലിട്ടു. മാവേലിക്കരയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു പ്രതീക്ഷയില്ല, മുമ്പിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ കർത്താവദാസൻ ഡോക്ടർ ബ്ലെസ്സൻ മേമന കർത്താവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അൻസനെ ഈ ഓൺലൈനിൽ ശുശ്രൂഷ തുടങ്ങണം, ഇത് അടുത്ത സമയമാണ്, എന്തെങ്കിലും ഓൺലൈനിലൂടെ ചെയ്യണം. ആ സമയത്തിന് ഞാനൊരു ബുക്ക് എടുത്തിട്ട് ഈ വാക്യം എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മ ഓർമ്മ വന്നു. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ പൂർത്തീകരിക്കാം. ഒരു കോവിഡിന് നിന്നെ തടയാൻ കഴിയത്തില്ല. ഈ ബഥേൽ ചർച്ചിനെ ഞാൻ ഓർക്കുകയാണ്. കോവിഡ് സമയത്തിന് വണ്ടിയൊക്കെ ഇട്ട് പാർക്ക് ചെയ്ത് അതിനകത്ത് ആരാധിച്ച ഒരു ചർച്ച അത്. അയ്യോ, നിങ്ങളിത് കേട്ടില്ല. ഞാൻ നിങ്ങളോടാ പറഞ്ഞ്, നിങ്ങളെ കുറിച്ചാ പറഞ്ഞ്. പിശാചിന് തടയാൻ കഴിയത്തില്ല. നിന്റെ അകത്ത് നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. അങ്ങനെ ഞാനൊരു ബുക്ക് എടുത്തിട്ട് എന്താ ചെയ്തെന്നറിയാമോ? ഒരു 100 പേജുള്ള ബുക്ക് എടുത്തിട്ട് അതിനകത്തൊരു പേന എടുത്തിട്ട് ഇങ്ങനെ വട്ടം
വരയ്ക്കാൻ തുടങ്ങി. എനിക്ക് വരയ്ക്കാൻ അറിഞ്ഞോടത്തോട്ട് വട്ടത്തിന് ഷേപ്പില്ല. വട്ടം വരച്ചപ്പോൾ മുട്ട പോലെയൊക്കെ ഇരുന്ന്. പക്ഷെ ഓരോ വട്ടം പൂർത്തീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ പൂർത്തീകരിക്കും. അയ്യോ, അങ്ങനൊന്നും നിങ്ങൾ ചെയ്യല്ലേ. നിങ്ങൾ ചിലപ്പോൾ അനുഗ്രഹിക്കപ്പെടും, നിനക്ക് ചിലപ്പോൾ വഴി തുറക്കും. നീ ചെയ്യല്ലേ. ചിലര് പ്രവചനാത്മാവിൽ സഞ്ചരിക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ വട്ടം വരയ്ക്കാൻ തുടങ്ങി. ആ 100 പേജ് ബുക്ക് മറച്ച് വട്ടം വരച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ശുശ്രൂഷയുടെ അടുത്ത തലം തുറന്നു. ഒരാമയും പറഞ്ഞാട്ടെ, ശുശ്രൂഷയുടെ അടുത്ത വാതിൽ തുറന്നു. ഇന്ന് രാത്രി അതേ ദൂത് ഞാൻ പറയുക, നിന്റെ അടുത്ത തലം, ആ ചാട്ടം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അടുത്ത തലം തുറക്കുകയാണ്. ഇതുവരെ നീ കാണാത്തത്, ഇതുവരെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തത്, ഇതുവരെ നീ ചലിക്കാത്തതുമായ ചില വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ കൈ അടിക്കുവാണെങ്കിൽ നല്ലോണം അടിക്കണം. ദൈവം നിന്റെ ലൈഫിനകത്ത് ചിലത് പൂർത്തീകരിക്കുക. ടീഷർട്ട്, ബ്ലൂ ടീഷർട്ട്, നിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സഹോദരൻ, യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ 3 പേർക്ക് കൈ കൊടുത്ത് പറഞ്ഞ്, നിന്റെ അകത്ത് നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. അങ്ങനെ 45 ദിവസം മാവേലിക്കരയിലിരുന്ന് ഈ വാക്യം പറയാൻ തുടങ്ങി. എന്നിട്ട് ക്വാറന്റൈനൊക്കെ കഴിഞ്ഞ് കൊല്ലത്ത് പോയി. ആലപ്പുഴ സ്ഥലത്തുള്ള കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ വിചാരം, ഞാൻ ചിന്തിച്ചു, കർത്താവേ, എന്തിനാ ഈ ആലപ്പുഴ ജില്ലയിൽ എന്നെ കൊണ്ടിട്ടത്, മാവേലിക്കരയിൽ എന്തിനാ എന്നെ കൊണ്ടിട്ടത്? ഞാൻ പിന്നീട് വിചാരിച്ചു, അന്നേരം പെട്ടെന്ന് അങ്ങ് ഇരിക്കുമ്പോൾ ഒരു കല്യാണാലോചന വന്നു മാവേലിക്കരയിൽ നിന്ന്. രാമൻ പറഞ്ഞു, നമ്മൾ പെട്ടെന്ന് അങ്ങ് ചിന്തിച്ചു ഇതായിരുന്നു എന്ന്. പക്ഷെ ദൈവത്തിൻ്റെ ജ്ഞാനം മാവേലിക്കരയെന്നല്ല. ഞാൻ വിചാരിച്ചു ഇതായിരിക്കുന്നു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ വർഷം മനസ്സിലായേ, മാവേലിക്കരയിൽ 4 വർഷത്തിന് മുമ്പ് നിന്നെ പ്രാർത്ഥിപ്പിച്ചത് അവിടെ ഒരു സഭ തുടങ്ങാനാണ്. റസധനബ. ഇന്ന് ചിലർക്ക് അബദ്ധമാണെന്ന് തോന്നിയായിരിക്കാം, പക്ഷെ നാളെ അത് മഹത്വമായി മാറും. വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറയണം. ഇന്ന് നിനക്ക് പിടികിട്ടുന്നില്ലായിരിക്കാം, ആമേൻ പറയച്ച. ഇന്ന് നിനക്ക് ചിലത് മനസ്സിലാകുന്നില്ലായിരിക്കാം. ആരോടാ ഞാൻ ഈ ദൂത് പറയുന്നത്? കൈയൊന്ന് ഉയർത്തി എന്നോടാണെന്നുള്ളവർ ആമേൻ പറ. ഇന്ന് നിനക്ക് പിടികിട്ടത്തില്ലായിരിക്കാം, പക്ഷെ നിന്റെ ദൈവത്തിന്റെ ജ്ഞാനം നീ കാണാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറയുക. ആമേൻ പറഞ്ഞാട്ടെ. 1-2 പേർക്ക് കൈ കൊടുത്ത് പറഞ്ഞ്, നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം. 3 പേർക്ക് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. ഇനി ചിലർ എന്നോട് പിണങ്ങാൻ പോവാ. ഈ സൈഡ് മൊത്തം സന്തോഷിക്കാനും ഈ സൈഡ് മൊത്തം ദുഃഖിക്കാനും പോവുക. പക്ഷേ നിങ്ങൾക്ക് ഇവരോട് സ്നേഹം ഉണ്ടെങ്കിൽ രാമൻ പറഞ്ഞേക്കണം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ പൂർത്തീകരിക്കുക. ഒരു മന്ത്രവാദിക്ക് അടയ്ക്കാൻ കഴിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും കെട്ടുണ്ടെങ്കിൽ പൂട്ടുന്നു. സഭ ഒരുമിച്ച് 1 മിനിറ്റ് കൈയൊന്ന് അടിച്ച്, ഒരു വ്യക്തിക്കും അടയ്ക്കാൻ കഴിയത്തില്ല. കൈ ചേർത്തടിച്ച് ഏറ്റവും നന്നായി ശബ്ദം ഉയർത്തി, എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, കൈയടിച്ചോ. ചിലർ തകരണമെന്ന് ഡേറ്റ് എഴുതി വെച്ച ചില കുരുക്കുകൾ യേശുവിന്റെ നാമത്തിൽ 1:10 ഞങ്ങൾ അതിനെ അഴിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിച്ചോണം. നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ഡേറ്റ് എഴുതി പേപ്പറിന് അടിയിൽ വെച്ച ചില കുരുക്കുകൾ യേശു അതിനെ അഴിക്കുക. പരിശുദ്ധാത്മ പറയുന്നു, പൈസ കൊടുത്ത് കെട്ടിയത് അത് അഴിയുന്നു. അവന്റെ പൈസ പോയി. കൈ അടിക്കുവാണെങ്കിൽ നല്ലവണ്ണം അടിക്കണം. അങ്ങനെ കെട്ടി രോഗബന്ധനങ്ങൾ, അങ്ങനെ കേറിയ പൈശാചിക വ്യാപാരങ്ങൾ ചില പെൺ തലമുറകളെ ഫോളോ
ചെയ്യുന്ന ചില കുരുക്കുകൾ ഈ പകൽക്കാലം അഴിയാം. എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെൺതലമുറകൾ ഉള്ളവർ പ്രാർത്ഥിച്ചോളം, കൈ അടിച്ച് പ്രാർത്ഥിച്ചോളം. സഭയ്ക്കകത്ത് ചില പെൺകുഞ്ഞുങ്ങൾ ഇപ്പോൾ അവരുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകന്മാർ എന്റെ കൂടെ മാത്രം ഒന്ന് പ്രതികരിച്ചു. നിൽക്കുന്നവര് നിൽക്ക്. ദൈവദാസന്മാരുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. കൈകളൊന്ന് ഉയർത്തി പറഞ്ഞാട്ടെ, ഒരുത്തനും അടയ്ക്കാൻ കഴിയത്തില്ല. വാ തുറന്ന് പറഞ്ഞാട്ടെ, ഒരുത്തനും അടയ്ക്കാൻ കഴിയത്തില്ല. ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞാട്ടെ, ഒരുത്തനും നിന്റെ വഴി അടയ്ക്കാൻ കഴിയത്തില്ല. ഇന്ന് കൊണ്ട് നിന്റെ യാത്രയെ കെട്ടിയത്, നിന്റെ നിയോഗത്തെ കെട്ടിയത്, നിന്റെ മുന്നേറ്റത്തെ കെട്ടിയത്, നിന്റെ തലമുറയെ കെട്ടിയത്, യേശുവിന്റെ നാമത്തിൽ ഈ വാക്ക് ഞങ്ങൾ സഭ ഒരുമിച്ച് പറഞ്ഞതിന്റെ മേൽ ജയം പ്രഖ്യാപിക്കുക. ഒരു മിനിറ്റ് നിന്ന് ഇരുന്ന് നിൽക്കുന്നവർ നിന്ന്, ഇരിക്കുന്നവർ ഇരുന്ന് കൈകൾ ഉയർത്തി പറഞ്ഞാട്ടെ, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ പൂർത്തീകരിക്കും. നമുക്കൊരു 5 മണി വരെ അങ്ങ് പോയാലോ? ഞാൻ റെഡിയാ, കുഴപ്പമില്ല, രാത്രി വന്നാൽ മതി. പറഞ്ഞേ, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം ഓണർ ചെയ്യുന്നു കേട്ടോ, ബഹുമാനിക്കും. നിങ്ങളാരും അങ്ങനൊന്നും ചെയ്യല്ലേ മോനെ. ചെറുപ്പക്കാരൊന്നും എഴുന്നേറ്റിക്കല്ലടാ, ചിലപ്പം ദൈവം ഉപയോഗിക്കും കേട്ടോ, ചെയ്യല്ലേ. എൻ്റെ അകത്ത് നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ പൂർത്തീകരിക്കും. അടുത്ത ദൂതം നിങ്ങൾ പിണങ്ങുമെന്ന് പറഞ്ഞതും ഇവർ ചിലപ്പം എന്നെ നാണം കെടുത്തല്ലേ രാമൻ പറഞ്ഞു. ഈ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന പ്രത്യേകത, ഇന്ന് രാവിലെ എന്നോട് കർത്താവ് പറഞ്ഞത് പറയാൻ പറഞ്ഞു. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ചർച്ചിൻ്റെ വാതിൽ തുറന്നത് അപ്പോസ്തല പ്രവൃത്തി 16 ഒരു സ്വപ്നത്തിലൂടെയാണ്. ഒരാമേൻ പറഞ്ഞ എല്ലാവരും പറഞ്ഞ സ്വപ്നം. നിങ്ങളുടെ തലയിൽ തൊടാൻ നിങ്ങൾക്ക് അംഗീകാരം ഉണ്ടെങ്കിൽ തലയിലോട്ട് തൊട്ട് പറഞ്ഞ സ്വപ്നം, കൈകൾ തൊട്ടൊന്ന് പറഞ്ഞ സ്വപ്നം. സ്വപ്നം ഫോൺ വിളിച്ച് തുറക്കുമല്ല, സ്വപ്നത്തിലൂടെ തുറക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാ, ഒരു മനുഷ്യൻ, മക്കദോനിയ പുരുഷൻ വന്നിട്ട് ഇങ്ങനെ കൈ കാണിച്ച് വിളിക്കുക, വാ ഞങ്ങളെ വന്ന് രക്ഷിക്കുക. എന്തോ സ്വപ്നത്തിൽ ദൈവാത്മാവ് ചിലരോട് ഇടപെടാൻ പോവുക. വിശ്വസിക്കുന്നവരാമേൻ പറയുക, നിന്റെ ഭാവി നിന്റെ സ്വപ്നത്തിൽ സംസാരിക്കാൻ പോകുക. നിന്റെ വഴികളെ കുറിച്ച് ദൈവം സ്വപ്നക്കാരെ ഈ സഭയ്ക്കകത്ത് എഴുന്നേൽപ്പിക്കുക. ആമേൻ. 2 വാതിലുകൾ തുറക്കുകയാണ്. ഒന്ന്, മക്കദോനിയിൽ ഞങ്ങളെ വന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞു അന്ന് രാത്രി തന്നെ പൗലോസ് പുറപ്പെടുകയാണ്. ആമേൻ. ഫിലിപ്പിൻ്റെ വാതിൽ, ഫിലിപ്പിയ സഭയുടെ വാതിൽ തുറക്കുകയാണ്. നിങ്ങൾക്ക് ഒത്തിരി അറിയാവുന്നുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ചെന്ന് നിൽക്കുമ്പോൾ എങ്ങനെ നടക്കും, എന്താകും എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹോദരിയെ ദൈവം അവിടെ ഉപയോഗിച്ചു. ആ സഹോദരിയുടെ പേരാർക്കെങ്കിലും അറിയാമോ? ലുദിയ. ആമേൻ. ലുദിയെ ദൈവം അവിടെ ഉപയോഗിച്ചു. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ചിലരോട് ദൂത് പറയാം, ഇന്ന് പകൽക്കാരൊരു ദൂത് പറയാം. ചില സഹോദരിമാരെ ദൈവം ഈ സഹോദരിമാരുടെ മൂവ്മെന്റുകൾ പ്രാർത്ഥിക്കുന്ന ചിലരെ കൊണ്ട് ദൈവം ഇവിടെ ചെയ്യിപ്പിക്കാൻ പോകുക. ഇന്ന് പകൽ തൊട്ട് സഹോദരിമാരുടെ മേൽ ഒരു പ്രത്യേക മേഘം, ആറാസ വെളുപ്പിലെയുള്ള പ്രാർത്ഥനകൾ, അത് ചില പ്രാർത്ഥനകൾ തീവ്രിക്കുകയാണ്. ആമേൻ. കൈകൾ ഉയർത്തി സഹോദരിമാരൊന്ന് പിടിച്ചാട്ടെ. ആമേൻ. ചില ലുദിയമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ആമേൻ. സഹോദരിമാരുടെ മേൽ അടുത്ത മൂവ്മെന്റുകൾ സംഭവിക്കും.
നിങ്ങളുടെ പ്രാർത്ഥന സഭയ്ക്കകത്ത് അടുത്ത എഴുന്നേൽപ്പുണ്ടാകുന്നു. കൈകളൊന്ന് ഉയർത്തി പിടിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ താക്കോലുള്ള ലുദിയമാരെ ദൈവം ഇവിടെ ഇന്ന് പകൽക്കാലം അഭിഷേകം ചെയ്യട്ടെ. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. എൻ്റെ കൂടെ നിങ്ങൾ വരുമെന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ലുദിയമാർ എഴുന്നേൽക്കട്ടെ. ലുദിയയിലൂടെ ഒരു വലിയ ഓപ്പണിങ്. ഈ ദൂത് ഞാൻ പറയുമ്പോൾ സഭയുടെ ആദ്യത്തെ യൂറോപ്പിൻ്റെ വാതിൽ, ആമേൻ, ഫിലിപ്പിൻ്റെ ആമേൻ വാതിൽ തുറക്കുകയാണ്. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയുകയാണ്. ഈ ദൂത് പറയുമ്പോൾ നിങ്ങൾ വലുതായിട്ട് സ്തോത്രം പറഞ്ഞില്ലേലും ആമേൻ സൈലന്റ് ആയിട്ടെങ്കിലും ഒരു സ്തോത്രം പറഞ്ഞേക്കണം. ആർക്കൊക്കെയോ ചില വാതിലുകൾ ദൈവം തുറക്കാൻ പോവുകയാണ്. യൂറോപ്പുമായി ബന്ധപ്പെട്ട ചില വാതിലുകൾ. ഈ ദൂത് ഞാൻ പ്രസംഗിക്കുന്ന ഫിലിപ്പിയ യേശുവിന്റെ നാമത്തിൽ എന്ത് ഞാൻ പ്രസംഗിക്കുന്നു അത് ഇവിടെ വ്യാപരിക്കട്ടെ. ചില ലുദിയമാരെ കൊണ്ട്, ചില സഹോദരിമാരെ കൊണ്ട് ദൈവം പട്ടണം പണിയിപ്പിക്കുക, ദേശം പണിയിപ്പിക്കുക, ആമേൻ, പൊളിഞ്ഞുപോയ യാഗപീഠങ്ങൾ പണിയിപ്പിക്കുക. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് സഹോദരിമാർ പ്രാർത്ഥിച്ച്. സഹോദരങ്ങളുടെ കൈയൊന്ന് ഉയർന്നിരിക്കട്ടെ. സഹോദരിമാരുടെ കൈയൊന്ന് കോർത്തു പിടിച്ചാട്ടെ. ചില ലുദിയമാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. പട്ടണത്തിൽ യഥാർത്ഥമായി ചിലത് കാണിച്ചു കൊടുക്കാൻ ദൈവം ചില സഹോദരിമാരെ എഴുന്നേൽപ്പിക്കുന്നു. പട്ടണത്തിൽ ഉണർവ് കൊണ്ടുവരുവാൻ ദൈവം ചില അഭിഷക്തന്മാരുടെ കുടുംബങ്ങളെ ഉപയോഗിക്കുന്നു. കൈകൾ കോർത്തു പിടിച്ച് 1 മിനിറ്റ് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. സഹോദരിമാരുടെ കൈ കോർത്തു പിടിച്ചും സഹോദരന്മാരുടെ കൈ ഉയർത്തിപ്പിടിച്ചും പ്രാർത്ഥിച്ച്. പ്രാർത്ഥിച്ചേ. ചില യൂറോപ്പിനകത്ത് കുരുങ്ങിക്കിടക്കുന്ന ചിലർ ഇന്ന് രാവിലെ ഈ ഓൺലൈനിലൂടെയും ആമേൻ ദേശങ്ങളിലായിരിക്കുന്ന കുരുക്കുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അഴിക്കുകയാണ്. വലുതും വിശാലവുമായൊരു വാതിൽ തുറക്കപ്പെടട്ടെ. നിങ്ങൾ സഹോദരിമാർ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഈ മീറ്റിംഗ് തീരത്തില്ല. ആമേൻ. കൈകൾ ഉയർത്തി 1 മിനിറ്റ് കൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് നിർത്തിയാട്ടെ. സഹോദരിമാരുടെ എഴുന്നേൽപ്പുകൾ സംഭവിക്കട്ടെ. സ്വപ്നക്കാരികൾ എഴുന്നേൽക്കട്ടെ. പ്രവചിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. തീ പിടിച്ച ചില സഹോദരിമാരെ ദൈവം ഇവിടെ എഴുന്നേൽപ്പിക്കട്ടെ. ഒരാമയും പറഞ്ഞാട്ടെ. മസിൽ പിടിച്ചിരിക്കുന്ന ചില സഹോദരങ്ങളെ നോക്കി ഞാനൊരു കാര്യം പറയാം. എത്ര പേർ വിശ്വസിക്കുന്നു നമ്മുടെ സഹോദരിമാർ നമുക്ക് അനുഗ്രഹമാണ്? 4, 3, 7 കൈയേ ഉള്ളോ? കൈയൊന്ന് ഉയർത്തി ഒന്ന് കാണിച്ചാട്ടെ. അങ്ങോട്ടൊന്ന് നോക്കി, അങ്ങോട്ട്. നിങ്ങളുടെ ആൾ ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ഒരു വട്ടം നോക്കിയേ. സത്യമായി പറയാം, പല പാസ്റ്റർമാരും സ്റ്റേജിൽ നിൽക്കുന്നതിൻ്റെ പുറകിൽ നിങ്ങൾ കൈയടിക്കല്ലേ, ഇവരുടെ കൈയടിക്കണം അതിന്. ആമേൻ. നമ്മുടെയൊക്കെ കൊച്ചുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ വല്ലതും ആണോ? അവരല്ലേ കൈ ഉയർത്തി അംഗീകരിക്കുന്നവർ. അവർ വീട്ടിനകത്ത് എവിടെയോ നമുക്ക് വേണ്ടി അവർ ഇടിവിൽ നിന്നതാ. ആമേൻ. എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും? ആമേൻ. ദൈവദാസന്മാർക്ക് ഇത് മനസ്സിലാകും. ചില സഹോദരിമാരുടെ കണ്ണീര് അഭിഷക്തന്മാരെ നിർത്തിയത്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടിയില്ലേലും നിങ്ങൾ പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ കണ്ണീരാ ഇവരെ നിർത്തിയത്. കൈകൾ ഉയർത്തി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾക്ക് തന്ന സഹോദരിമാരെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ.
ഇന്ന് ഫാസ്റ്റിങ്ങാ, ഇന്ന് വേണ്ട, തിങ്കളാഴ്ച ഒരു ബിരിയാണി അവർക്ക് മേടിച്ചു കൊടുത്തേക്കണം. അയ്യോ ആരും ഇല്ലല്ലോ ചിരിക്കുന്നു. ഇന്ന് മേടിച്ചു കൊടുക്കല്ലേ, സമ്മതിക്കാമോ? സത്യമല്ലേ സഹോദരൻ? നിങ്ങളിങ്ങോട്ട് നോക്കല്ലേ, ഞങ്ങൾ നാണക്കേടാ ഞങ്ങൾക്ക് ഇതൊക്കെ പറയാൻ. ഇല്ലേ? നിന്റെ അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടല്ലേ? കൈയൊന്ന് കാണിക്കുക. നിന്റെ അമ്മ, നിന്റെ ഭാര്യ നിനക്ക് വേണ്ടി ഇടിവിൽ നിന്നല്ലേ? മോളെ പ്രാർത്ഥിക്കണേന്നൊരു മെസ്സേജ് ഇട്ടിട്ട് നീ കിടന്നുറങ്ങും. എൻ്റെ കൂടെ ഉണ്ടോ? കൈകളൊന്ന് ഉയർത്തി അവരെ ഒന്ന് അനുഗ്രഹിച്ച് അവർ വീണ്ടും എഴുന്നേൽക്കട്ടെ. കൈകളൊന്ന് ഉയർത്തി എല്ലാവരും ഒന്ന് കൈകളൊന്ന്. ഓ പരസ്പരം അക്സെപ്റ്റ് ചെയ്ത് കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച്. എന്തോ ഒരു ദൈവസ്നേഹത്തിൻ്റെ ഒഴുക്ക്. ആ കൈകളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച്. ഓ കൈകളൊന്ന് ഉയർത്തി നിങ്ങളുടെ മനസ്സിൽ അവരെ ഒന്ന് ബ്ലെസ് ചെയ്താട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച്. കൈകൾ ഉയർത്തി, കൈകൾ ഉയർത്തി, കൈകൾ ഉയർത്തി. ചില കുടുംബ ജീവിതങ്ങളുടെ ഗ്യാപ്പ് ഫില്ലാകുന്നു. ചിലരുടെ കുടുംബ ജീവിതത്തിൻ്റെ ഗ്യാപ്പ് ഫില്ലാകുന്നു. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച്. ഈ പ്രാർത്ഥന അസാധാരണമായ പ്രാർത്ഥനയാണെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ആ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്. ചില കുടുംബങ്ങളിലെ തർക്കങ്ങൾ മാറിപ്പോകുന്നു. ചില കുടുംബങ്ങൾ ഡൈവോഴ്സുകൾ ക്യാൻസൽ ആകുന്നു, ഭിന്നതകൾ ക്യാൻസൽ ആകുന്നു, കലഹങ്ങൾ ക്യാൻസൽ ആകുന്നു. കൈകളൊന്ന് ഉയർത്തി. അണ്ടർസ്റ്റാൻഡിങ് കൂടുകയാണ്. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്. ഒന്ന് പ്രാർത്ഥിച്ചേ, 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 പ്രാർത്ഥിച്ചേ. എനിക്ക് ഈ പ്രാർത്ഥന ഭയങ്കരമായിട്ട് എന്തോ ദൈവം ചെയ്യുന്നു എന്ന് കഴിഞ്ഞ ആണ്ടുകൾ ആരംഭം മുതൽ ഇന്നയോളവും എന്നെ നടത്തി. കൈകൾ ഉയർത്തി പറഞ്ഞു. കഴിഞ്ഞ ആണ്ടുകൾ ആരംഭം മുതൽ ഇന്നയോളവും എന്നെ നടത്തി. ആരംഭം മുതൽ ഇന്നയോളവും നന്നായി നടത്തി. കാൽക്കല്ലിൽ തട്ടാതെ കാലം പിടിച്ചും തോളിൽ വാഹിച്ചും എന്നപ്പനെ പോലെ. കാൽക്കല്ലിൽ തട്ടാതെ കൈകൾ ഉയർത്തി കുടുംബങ്ങൾ തോളിൽ വഹിച്ചും എന്നപ്പനെ പോലെ താലോലിച്ചിടും ആളവില്ലാതെ. ആളവില്ലാതെ ഈ നിമിഷം. കൈകൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച്. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ. അങ്ങേ മാത്രം ആരാധിക്കുന്നേ യേശുവേ. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ. അങ്ങേ മാത്രം ആരാധിക്കുന്നേ. നിങ്ങളുടെ കുടുംബത്തെ ഓർത്തൊരു സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങളുടെ കുടുംബത്തെ ഓർത്തൊരു സ്തോത്രം പറഞ്ഞാട്ടെ. വാ തുറന്ന് നിങ്ങളുടെ കുടുംബത്തെ ഓർത്തൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അമ്മേൻ അടുത്തിരിക്കുന്ന ഒരു കൈ കൊടുത്ത് പറഞ്ഞു, നമ്മുടെ കുടുംബം ഏറ്റവും വലുതെന്ന് പറഞ്ഞു. സഹോദരിമാർ പറഞ്ഞ് നമ്മുടെ ഭർത്താവാ, നമ്മുടെ കുഞ്ഞുങ്ങളാ. അച്ചാച്ചന്മാർ പറഞ്ഞ് നമ്മുടെ ഭാര്യമാരാ എന്ന് പറഞ്ഞ് എന്നോടല്ല, അടുത്തിരിക്കുന്നിടത്ത് തൊട്ട് പറഞ്ഞു. അടുത്തൊരു ദൂത് പറയുമ്പോൾ നിങ്ങൾ സ്വീകരിക്കണം. ഫിലിപ്പിയിലെ 1 ഉള്ളൂ. പൗലോസ് പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടിയിരിക്കുന്നത് എനിക്ക്. ആ വാക്യം അറിയാവുന്നവർ പറഞ്ഞ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടിയിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമാണ്.
കർത്താവിൻ്റെ കൂടെ കൂടിയിരിക്കുന്ന എനിക്ക് ഇഷ്ടമാണ്. എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? മരിക്കുന്നത് ലാഭവും. സൂക്ഷിച്ചൊക്കെ ആമയം പറയാവുള്ളൂ. ഇപ്പം മടിയാ ഇതിനൊക്കെ ആമയം പറയാം. മരിക്കുന്നത് ലാഭവും, എല്ലാം പ്രോഫിറ്റാ. ജീവിച്ചാലും പ്രോഫിറ്റ്. സത്യമാണോ? നിങ്ങളെക്കുറിച്ചാണ് അത് പറഞ്ഞത്. ചിലർ ജീവിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ട്? പക്ഷെ ചിലർ ജീവിച്ചാൽ ഭയങ്കര പ്രോഫിറ്റാ. ചിലർ മരിച്ചാലും. പൗലോസ് അവിടെ പറയുന്നൊരു വാക്കുണ്ട്, മരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അടുത്തൊരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. പക്ഷേ ബദേലിനെ ഓർക്കുമ്പോൾ, ബാംഗ്ലൂരിനെ ഓർക്കുമ്പോൾ, കേരളത്തിലൊരു തലമുറയെ ഓർക്കുമ്പോൾ, നിങ്ങളെ ഓർക്കുമ്പോൾ, സഭയെ ഓർക്കുമ്പോൾ എനിക്ക് വീണ്ടും ജീവിക്കണം. മനസ്സിലായ ആരെങ്കിലും ഉണ്ടോ? ഇതൊരു ഒരു 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 വലിയ മുഖത്തെ അടിച്ചു പൊട്ടിക്കാൻ പോവാം. നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞ ശാന്തമായി ഞാൻ പറയാം, നിങ്ങൾ ശബ്ദം ഉയർത്തി ആമേൻ പറയണം. ജീവിക്കുന്നത് ക്രിസ്തുവാ, പോകുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊരു വാക്ക് ആരും മറന്നു പോകരുത്. വേലയ്ക്ക് പ്രയോജനമെങ്കിൽ. എന്തോ മിണ്ട് 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 പറഞ്ഞാട്ടെ. വേലയ്ക്ക് പ്രയോജനമെങ്കിൽ. എന്നെ നോക്കി. വേലയ്ക്ക് പോലെ എങ്ങും പോലെ എന്നോട് വരണേ. എന്നെ നോക്കണേ വെള്ളയിട്ട് എന്നെ നോക്കണേ. അവൻ വേലയ്ക്ക് അർത്ഥം ഇങ്ങനെയുള്ളൂ. വേലയ്ക്ക് പ്രയോജനമെങ്കിൽ ഒരുത്തനും എൻ്റെ ആയുസ്സിനെ തടയാൻ കഴിയത്തില്ല. ഇച്ചിരൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഈ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. 5 പൈസയുടെ പ്രയോജനം ദൈവരാജ്യത്തിൽ ഇല്ലാത്തവരുടെ കാര്യമല്ല പറഞ്ഞേ. വേലയ്ക്ക് നീ പ്രയോജനമെങ്കിൽ. ഫിലിപ്പി ലേഖനാണ്, ഒരു മരണ വ്യാപാരത്തും നിന്നെ തൊടാൻ കഴിയത്തില്ലെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവരാജ്യത്തിന് നീ പ്രയോജനമെങ്കിൽ നിന്നെ പുറകെ നടക്കുന്ന മരണ വ്യാപാരങ്ങൾക്ക് നീ മനസ്സറിഞ്ഞ് തല വെച്ച് കൊടുക്കരുത്. നിന്നെ കൊണ്ട് എനിക്ക് വലിയ കാര്യങ്ങൾ ഇനിയും ചെയ്യിപ്പിക്കാറുണ്ട്. കേട്ടോണേ. ഇത് ചിലർ കണ്ണു തുറന്നോണം. ചിലരൊക്കെ ഈ 85 ആകുമ്പോൾ പിന്നെ വായി വരുന്നത് മൊത്തവും മരിക്കണം. ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? പിന്നെ 85 ആകുമ്പോൾ ചിലരങ്ങ് മെസ്സേജ് അങ്ങ് മാറ്റും. കണ്ണു എന്നെ വല്ലാതെ നോക്കുന്നു. പിന്നെ അവർ വിചാരിക്കും ഈ പ്രസംഗം കഴിഞ്ഞാൽ മരിക്കാൻ പോവാന്നാണ്. നിങ്ങൾ എൻ്റെ കൂടെ ആരും ഇല്ലല്ലോ ജീവനോടെ. പിന്നെ 85 കഴിഞ്ഞ വർഷങ്ങളിലൊന്നും കാണാത്ത പ്രത്യാശയാണ്. മോനെ യാത്ര ചെയ്ത് UK വിടുമ്പോൾ അടുത്ത വട്ടം കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. നമുക്ക് അവിടെ കാണാം. പക്ഷെ എത്രയോ UK യാത്ര നിന്റെ കൊച്ചിനെ നീ വീണ്ടും കണ്ടു. ആരും ഇല്ലല്ലോ, ചിരിക്കുന്നല്ലേ. നീ അറിഞ്ഞോണ്ട് അത് പിടിച്ചു വെക്കരുത്. നിന്റെ വായിൽ ജീവൻ വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. വാർദ്ധക്യ കാലത്തും നിനക്കൊരു ശുശ്രൂഷയുണ്ടെന്നും വിശ്വസിക്കുന്നവർ ആമേൻ പറയുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറയുക. എലിയാവേ, നിനക്ക് വീണ്ടും ഒരു ദൂരയാത്രയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറയുക. ആരെങ്കിലും ഉണ്ടോ? പ്രത്യാശയില്ലാത്തവരല്ല. പൗലോസ് പറഞ്ഞു വേലയ്ക്ക് പ്രയോജനമെങ്കിൽ. എല്ലാവരും പറഞ്ഞാട്ടെ, വാത്തുറന്ന് പറഞ്ഞാട്ടെ. ഫിലിപ്പി ലേഖനം 1 പറയുന്നത്, വേലയ്ക്ക് പ്രയോജനമുണ്ടെങ്കിൽ. വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ഇരിക്കുന്ന ഇഷ്ടം. പക്ഷേ കൊരിന്തിനെ ഓർക്കുമ്പോൾ, എഫെസോസിനെ ഓർക്കുമ്പോൾ, നശിച്ചു പോകുന്ന ഒരു തലമുറയെ ഓർക്കുമ്പോൾ, ആമേൻ തുടഞ്ഞു പോകുന്ന ഒരു തലമുറയെ ഓർക്കുമ്പോൾ എനിക്ക് ജീവിക്കണം. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാ. ആമേൻ. അടുത്തൊരു ശുശ്രൂഷയുടെ വാതിൽ നിനക്കുണ്ടായ കാരണത്താൽ നിന്റെ ആയുസ് വർദ്ധിക്കുക.
ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചോണം. യേശുവിന്റെ നാമത്തിൽ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചോണം. നിനക്കെതിരെ വെച്ച മരണക്കുരുക്കുകളെ, മരണഭാഷങ്ങളെ കൈകളൊന്ന് ഉയർത്തിയൊന്ന് പിടിച്ചോണം. യേശുവിന്റെ നാമത്തിൽ കൈ ഉയർത്തിപ്പിടിച്ചോണം. ഓ, കൈ ഉയർത്തിപ്പിടിച്ച് എന്നെ നോക്കിയേ. വേലയ്ക്ക് പ്രയോജനമാണോ? ബഥേലിന് പ്രയോജനമാണോ? കൈ കാണിക്ക്. പ്രാർത്ഥിക്കാൻ നീ പ്രയോജനമാണോ? അങ്ങനാണെങ്കിൽ ഞാൻ ഒരു ആമേൻ ദൂത് പറയാ, ഒരു പിശാചിനും നിന്റെ ആമേൻ തടുക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ചിലർ സ്വീകരിച്ചു വെച്ച മരണ സ്വപ്നങ്ങളെ, മരണക്കുരുക്കുകളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൈയടിച്ച് അതിനെ പൊട്ടുകയ. കൈയടിച്ച് അതിനെ പൊട്ടുക, 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 പൊട്ടുക. നിന്റെ വീട്ടിൽ ഫ്യൂണറൽ അല്ല, the celebration